പാരൻറ്റിങ് രംഗത്ത്, അതുപോലെ തന്നെ മോട്ടിവേഷൻ രംഗത്ത് കുട്ടികൾക്ക് മാത്രമല്ല കൗമാരക്കാർക്കും അതുപോലെ തന്നെ രക്ഷാകർത്താക്കൾക്കും ഒരു ഗ്ലോബൽ ട്രെയിനർ, ഇന്റർനാഷണൽ ട്രെയിനർ എന്ന നിലക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും പ്രശസ്തനായിട്ടുള്ള ബഹുമാന്യനായ സുലൈമാൻ മേൽപ്പത്തൂർ അവർകളെയാണ് നമുക്കിവിടെ ഇന്ന് ഈ സെഷന് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വിഷയം രക്ഷാകർതൃത്വം, വെല്ലുവിളികൾ, പരിഹാരം എന്നതാണ്. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ആധുനിക കാലത്ത് നമ്മളിപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും ഓൺലൈനിൽ നമുക്ക് മീഡിയയിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ കിട്ടുകയും ചെയ്യുന്ന ഒന്നാണെങ്കിലും കൂടി നമ്മൾ പാരൻറ്റിങ്ങിനെ ആ തരത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് വ്യക്തിപരമായി. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അതിന് കാരണം ഞാൻ ഈ അടുത്ത് എൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ, എയിംസ് എന്നൊക്കെ MBBS കഴിഞ്ഞ് പുറത്തു വന്ന ഒരു യുവതി, ഒരു പെൺകുട്ടി ഡോക്ടറാണ്. അപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് ശേഷം അവർ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അതിനുശേഷം അവരൊരു സെഷനിൽ സംസാരിച്ച ഒരു കാര്യം ഞാനിവിടെ സാന്ദർഭികമായി പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയതിനു ശേഷമുള്ള ഒരു സെഷനിലാണ് അവർ സംസാരിക്കുന്നത്. അവർ പറഞ്ഞ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, MBBS കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ PG പഠിക്കാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ ഗർഭിണിയായത് കൊണ്ട് തന്നെ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു 7 മാസക്കാലം, പ്രസവത്തിൻ്റെ സമയം വരെയും ഞാൻ എങ്ങനെയാണ് ഒരു നല്ല രക്ഷിതാവേണ്ടത് എന്നതിൻ്റെ കൃത്യമായ പാഠങ്ങൾ നിരന്തരം പഠിക്കുകയായിരുന്നു എന്നൊരു സെഷനിൽ ആ പെൺകുട്ടി, ആ ഡോക്ടർ, യുവ ഡോക്ടർ സംസാരിച്ചത് കേട്ട ഒരാളെന്ന നിലയിൽ. അപ്പോൾ അത്തരത്തിൽ വളരെ നേരത്തെ തന്നെ തയ്യാറെടുക്കേണ്ടതും നിരന്തരം കേൾക്കേണ്ടതും നമ്മളെ വീണ്ടും വീണ്ടും കേട്ടത് തന്നെയായാലും വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടതും അത് ജീവിതത്തിൽ പകർത്തേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അതിൽ തന്നെയാണ് എല്ലാം കിടക്കുന്നത്. എൻ്റെ കുട്ടി. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരു സ്ഥാപനം അതിൻ്റെ 50ാമത്തെ വാർഷികം കൊണ്ടാടുക എന്നത് കേൾക്കാൻ നല്ല എളുപ്പമാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങളിലൂടെ, ചിന്തകളിലൂടെ, പ്രഗത്ഭമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് അത് നടപ്പിലാക്കുന്നത്. 975-ലാണ് ഈ സ്ഥാപനം ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായത് എന്ന് ഇതിൻ്റെ ഹിസ്റ്ററി പറയുന്നു. എന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കുന്ന ഞാനൊക്കെ ജനിക്കുന്നതിനും മുമ്പെയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഒരു സ്ഥാപനം അങ്ങനെ തുടങ്ങി അതിൻ്റെ കാലാനുസൃതമായ യാത്രയിലൂടെ 995-ലെത്തി നിൽക്കുമ്പോഴാണ് ഇതിന് മറ്റൊരു ദശാസന്ധി രൂപാന്തരപ്പെടുന്നത്. അന്ന് E.T. മുഹമ്മദ് ബഷീർ സാഹിബായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. അങ്ങനെ അതിലൂടെ ലഭിച്ചിട്ടുള്ള കുറേ കോഴ്സുകളും കുറേ ഉയർച്ചകളും അപ്ഗ്രഡേഷൻസുമൊക്കെ ഇപ്പോൾ ഈ 2025-ൽ എത്തി നിൽക്കുകയാണ്. 2025 തന്നെ 2 മാസം കഴിഞ്ഞാൽ നമ്മളോട് വിട പറയും. അപ്പം അതിനിടയ്ക്ക് ഒരുപാട് അധ്യാപകർ, അവരെ നയിച്ചിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള പ്രിൻസിപ്പൽമാർ, നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആളുകളുടെ പിൻബലത്തോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ ഉയർച്ചകൾ, ഇതെല്ലാം കൂടിയാണ് ഈ 50ാമത്തെ വാർഷികത്തിൽ ഇതിനെത്തിക്കുന്നത്. 50 വർഷം. എനിക്ക് 2 കോളേജുകളുണ്ട്. ഒന്നൊരു UK ബേസ്ഡ് കോളേജാണ്. അത് തുടങ്ങിയിട്ടാകെ ഒരു 15 വർഷമായിട്ടുള്ളൂ. അത് തന്നെ ആ 15 വർഷം കൊണ്ട് എന്തൊക്കെ കലുഷിതമായ അന്തരീക്ഷമാണ് കടന്നുപോയത് എന്ന് എനിക്കറിയാം. അതിനേക്കാളും 3 ഇരട്ടിയിലധികം അല്ലെങ്കിൽ 2 ഇരട്ടിയിലധികം കഴിഞ്ഞു പോയ ഒരു സ്ഥാപനം എന്തുമാത്രം പ്രതിസന്ധികളിലൂടെയും ഒരുപാട് നല്ല പ്രതീക്ഷയിലൂടെയൊക്കെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. ഇങ്ങനൊരു പന്തല് കെട്ടി കേരള നിയമസഭാ സ്പീക്കറെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്ത് പിന്നെ ഏതാനും ചില ആളുകളെ സംസാരിക്കാനൊക്കെ ആക്കുമ്പോൾ നമുക്ക് ഒരു പരിപാടിയാക്കിയിട്ട് വേണമെങ്കിൽ ഇതിന് മാറ്റാം. ചില പരിപാടികൾക്ക് വേണ്ടി നടക്കാറുണ്ട്.
ചില പരിപാടികൾ ചരിത്രത്തിൻ്റെ ഭാഗമാകാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കുമ്പോൾ, ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇതൊരു ചരിത്രപരമായ പരിപാടിയാണ്, അല്ലാതെ ഒരു ദിവസത്തെ പരിപാടിയല്ല. ഒരുപാട് നാളത്തെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ഒരു പ്രത്യേക ദശാസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. ജസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊരു മുറ്റത്ത് ഒരു കുടുംബമോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അത് പ്രോഗ്രാം ഇറ്റ് സെൽഫ് ഫോർ ദി പ്രോഗ്രാം എന്നുള്ള അവസ്ഥയിലേക്ക് പോകാറുണ്ട്. പരിപാടിക്ക് വേണ്ടി എന്നത്. ഇത് പരിപാടിക്ക് വേണ്ടിയല്ല. ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങിയ ബൃഹത്തായ ഒരു ക്യാമ്പസിൻ്റെ ഒരു ചരിത്രപരമായ മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ പല സെഷനുകളായി നടക്കുന്നതിൽ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ് ഈ വിനീതനെ ഏൽപ്പിച്ചിട്ടുള്ളത്. പാരൻറ്റിങ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ വർഷങ്ങളെടുത്ത് പഠിച്ചു തീർക്കാം. പാരൻറ്റിങ് സത്യത്തിൽ കോഴ്സായിട്ടാണ് പഠിക്കേണ്ടത്. പുറത്തൊക്കെ അങ്ങനെയാണ്, അതൊരു കോഴ്സാണ്. രക്ഷിതാക്കൾക്ക് പരീക്ഷയുണ്ട്, ആ പരീക്ഷയിൽ വിജയിച്ചവരുടെ മക്കളെ മാത്രമേ ആ സ്ഥാപനത്തിൽ ചേർക്കൂ. അങ്ങനെ ഈ ലോകത്തിൽ കുറേ സ്ഥാപനങ്ങളുണ്ട്. കാരണം പാരൻറ്റിങ് എന്ന് പറയുന്നത് സിംഗിൾ പാരൻറ്റിങ് ഉണ്ടാവാം. ചിലപ്പോൾ സിംഗിൾ പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഉമ്മക്കും ഉപ്പക്കും പകരമായി ഉമ്മയോ ഉപ്പയോ മാത്രമായി മക്കളെ വളർത്തുന്നതാണ് സിംഗിൾ പാരൻറ്റിങ്. അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഏരിയകൾ വിശദീകരിക്കുന്ന പ്രക്രിയകളുണ്ടാകും. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ വലിയൊരു ഭാഗമാണ്. അധ്യാപകർ അവരുടെ BEd കോഴ്സിൽ കുറച്ചതിൻ്റെ ഭാഗം പഠിച്ചിട്ടുണ്ടാകും. ഞങ്ങൾക്ക് റിസർച്ചിലേക്കൊക്കെ പോയപ്പോൾ കോഗ്നിറ്റീവിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ മെമ്മറി, ആ കുട്ടിയുടെ മെമ്മറി ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതിൻ്റെ ഫിസിയോളജി എന്താണ്, അതിൻ്റെ സൈക്കോളജി എന്താണ്, എന്താണ് ഷോർട്ട് ടേം മെമ്മറി, എന്താണ് ലോങ് ടേം മെമ്മറി, ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്. അപ്പോൾ അവൻ വാക്ക് വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, കിനസ്തെറ്റിക് ആണോ, ഓൾഫാക്ടറി ആണോ, ഗസ്റ്റേറ്ററി ആണോ, ഏത് കാറ്റഗറിയിലാണ് കുട്ടി വരിക, എങ്ങനെയാണ് ആ പ്രകൃതത്തിലുള്ള കുട്ടിക്ക് ഓർത്തെടുക്കാൻ പറ്റുക. അപ്പം ലേണിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലേണിംഗ് അല്ലാത്ത അബ്സ്ട്രാക്ട് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇങ്ങനെ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട അവൻ്റെ കഴിവുകൾ, അവൻ്റെ കഴിവുകേടുകൾ, അവന് മാർക്ക് കൂടുന്നത് എന്തുകൊണ്ട്, മാർക്ക് കുറയുന്നത് എന്തുകൊണ്ട്, മാർക്ക് കൂടിയ കുട്ടികൾക്ക് മറ്റ് ചില കഴിവുകൾ കുറയുന്നത് എന്തുകൊണ്ട്, കഴിവ് കൂടിയ കുട്ടികൾക്ക് മാർക്ക് കുറയുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെ ഒരുപാട് കോഗ്നിറ്റീവിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പാരന്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ വളർത്തുക എന്നത് ഒരു പ്രത്യേകമായ ഡീപ്പ് ആൻഡ് ഡെപ്ത് നോളജ് വേണ്ടുന്ന ഒന്നാണ്. അത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ ക്ലാസ് എടുത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് മാത്രമല്ലാതെ നമ്മളതൊന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തണം, അതിനെ പഠിക്കണം. ഇപ്പോൾ പാരൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ 7 ദിവസത്തെ ക്യാമ്പ് നടക്കാറുണ്ട്. അത് ഈ ട്രെയിനർമാരുണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല. ഞാൻ എന്നെക്കുറിച്ച് പറയാം, ഞാനൊരു വെറും ട്രെയിനറായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പരിപാടി ഇതല്ല, ഇതെനിക്ക് പാഷനാണ്. എനിക്ക് ബിസിനസ്സുകളുണ്ട്, എൻ്റെ വരുമാനം അതിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ട്രെയിനർമാർ ചിലപ്പോൾ ഒരു കോഴ്സായിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും അത്രമാത്രമൊക്കെ പാരൻറ്റിങ് പഠിക്കാനുണ്ടോ. സൈക്കോളജി ചെയ്ത ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടാകും, PG സൈക്കോളജി ഒക്കെ ചെയ്തവർ. അവർക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ സത്യത്തിൽ ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം, അതിൻ്റെ ഫിസിക്സ് ഉണ്ട്, അവൻ്റെ ഫിസിയോളജി ഉണ്ട്, ഇതേപോലെ തന്നെ അവൻ്റെ കെമിസ്ട്രി ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്, അവൻ്റെ സോഷ്യോളജി ഉണ്ട്, അവൻ്റെ ഒഫ്താൽമോളജി ഉണ്ട്. ഇങ്ങനെ എല്ലാം കൂടിയിട്ടൊരു പാരൻ്റ് എങ്ങനെയാകണം എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കോഴ്സ് ഇന്ന് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളം നിങ്ങൾ വിട്ടേക്കും. കേരളത്തിൽ സത്യത്തിൽ ഞാൻ കേരളത്തെ കുറ്റപ്പെടുത്തല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും കുറ്റപ്പെടുത്തല്ല, പക്ഷേ ഇന്നും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചൊക്കെ പരിമിതമാണ്. ഞാൻ കുറ്റപ്പെടുത്തല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചൊക്കെ പരിമിതമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ സിസ്റ്റം ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റം പോലെ ആക്കണമെന്ന ധാരണ നമ്മുടെ മുഖ്യമന്ത്രി 1 വർഷം മുമ്പ് ഫിൻലാൻഡ് സന്ദർശിച്ചത്.
കാരണം ലോകത്തിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം ഫിൻലാൻഡിലേതാണ് എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ അവകാശവാദവും അത് തന്നെയാണ്. ആ അവകാശവാദം വെച്ചുകൊണ്ട് അവിടെ ഒരിക്കലും മാർക്കിനെ മാനദണ്ഡമാക്കാറില്ല. 10ാം ക്ലാസ് വരെ മാർക്ക് എന്ത് എന്നത് മാനദണ്ഡമേ അല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മാർക്ക് എന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്കുണ്ടാകേണ്ടത് സ്കിൽസ് എന്ന് പറയുന്നതാണ്. സ്കില്ലിനേക്കാൾ ഉണ്ടാകേണ്ടത് പാഷനാണ്. പാഷനേക്കാൾ ഉണ്ടാകേണ്ടത് വാല്യൂസ് ആണ്. ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് അവിടേക്ക് വിശദീകരിക്കുന്നത്. നമ്മുടെ ഇവിടെ വാല്യൂസിനെ പറ്റി പറയുമ്പോൾ തന്നെ ആളുകൾക്കൊരു കുറച്ചിലാണ്. എന്തിനാ ഇത്രമാത്രം വാല്യൂസിനെ കുറിച്ച് പറയുന്നതെന്ന്. ഒരു ബിസിനസ്സുകാരൻ അതിൻ്റെ എൻഡിൽ സൂക്ഷിക്കേണ്ടത് വാല്യൂസാണ്. ഏറ്റവും കൂടുതൽ അവൻ ഉണ്ടാക്കേണ്ടത് വാല്യൂസാണ്, മൂല്യങ്ങളാണ്. അതിൻ്റെ താഴെയാണ് അവൻ്റെ പാഷൻ, അതിൻ്റെ താഴെയാണ് അവൻ്റെ സ്കിൽസ്, കഴിവുകൾ, അതിൻ്റെ താഴെയാണ് അവൻ്റെ നോളജ്. നോളജ് അക്വയർ ചെയ്യാൻ, അറിവുകൾ ഉണ്ടാക്കാൻ ഒരുപാട് മീഡിയാസ് ഉണ്ട്. പക്ഷെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ മീഡിയാസ് കൊണ്ട് സാധിക്കില്ല. അതവന് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ കിട്ടിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം, ചില സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ നന്നായിട്ട് പ്രഭാഷണം നടത്താറുണ്ട്. ചില സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം. അതെന്തുകൊണ്ടാണ്? അവിടെ ഓരോ ആഴ്ചയിലും കുട്ടികൾക്ക് പുസ്തകങ്ങൾ കൊടുത്ത് അതിൻ്റെ സിനോപ്സിസ് തയ്യാറാക്കി, സിനോപ്സിസ് എന്ന് പറഞ്ഞ രത്ന ചുരുക്കം, അത് തയ്യാറാക്കി അതിനെ പ്രസന്റ് ചെയ്ത് ആ പ്രസന്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന വീക്ക്നെസ്സുകൾ അധ്യാപകർ ഉണർത്തി, അങ്ങനെ ഒരു വർഷത്തിൽ 56 ആഴ്ചയുണ്ടെങ്കിൽ ആ 56 ആഴ്ചയിൽ 56 പുസ്തകങ്ങൾ വായിച്ച് വ്യത്യസ്തമായ ടോപ്പിക്കുകളെ കുറിച്ചിട്ട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയാൽ ആ കുട്ടിക്ക് ഉറപ്പായിട്ടും അതിനുള്ള സ്കിൽ ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. ചില സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ അങ്ങനെയാണ്, പല പ്രസ്ഥാനക്കാരും നടത്തുന്ന സ്ഥാപനങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പ്രത്യേകമായിട്ട് പിന്നാലെ കൂടിയിട്ട് പോസിറ്റീവ് പാരന്റിങ്ങിലൂടെ മാത്രമേ ഒരു കുട്ടിയുടെ കഴിവ് വികസിപ്പിക്കാൻ പറ്റൂ. അറിവ് വികസിപ്പിക്കാൻ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ മലബാറിൽ തന്നെ ഒരു കുട്ടി 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മിനിയാന്ന് പത്രത്തിലുണ്ടായിരുന്നു അവനെ കുറിച്ച്. വെറും 2ാം ക്ലാസ് വരെ മാത്രം. പക്ഷെ 2ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ പിന്നെ അവനെ കുറച്ച് നിശ്ചലമായി. അങ്ങനെ എങ്ങനെയോ 4ാം ക്ലാസ് വരെ പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ കുട്ടിയെ എന്നും വീട്ടിലിരുന്നിട്ട് കമ്പ്യൂട്ടർ മാത്രം നോക്കുന്നത് കൊണ്ട് ഈ പിതാവ് എന്നും ശകാരിച്ചു. ഈ ഫാൻ വേണമെങ്കിൽ ഒന്ന് തിരിച്ചേക്കാം, കാരണം അത് ഇതിലേക്ക് അടിച്ചിട്ടാണ് ചുറ്റൊരു ശബ്ദം വരുന്നത്. അപ്പോ എന്നിട്ട് ഈ പിതാവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അടിയവന് കിട്ടി. കാരണം പ്രത്യേകിച്ചൊന്നും അറിയില്ല. അവനാകെ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പഠിപ്പിന്, വെറും 2nd സ്റ്റാൻഡേർഡ്. പക്ഷേ 3rd 4th ആയപ്പോഴേക്കും ഈ ഉമ്മ പറയുന്നുണ്ട്, ആ സ്കൂളിലേക്ക് എപ്പോഴും തല താഴ്ത്തിയാ ഞാൻ പോവാ. സ്കൂളിൽ എത്തുന്ന സമയത്ത് ആ കുട്ടിയെ കുറിച്ചിട്ട് എന്നും കുറ്റങ്ങളെ എനിക്ക് കേൾക്കാനുള്ളൂ. എന്നും ഞാൻ കരഞ്ഞിട്ടാണ് ആ സ്കൂളിൽ നിന്ന് വരിക. എൻ്റെ കുട്ടിയുടെ കഴിവുകേടിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്നും ഞാൻ സങ്കടത്തോട് കൂടിയിട്ടാണ് ആ സ്കൂൾ വിട്ടിറങ്ങുക. പക്ഷെ കഴിഞ്ഞ മാസമാണ് ഞാനൊന്ന് നെഞ്ച് വിരിച്ചിട്ട് ആ സ്കൂളിലേക്ക് പോയത് എന്ന ഉമ്മ പറയുന്നത്. ഒരു ഉമ്മയാണ്. നമ്മുടെ ഈ കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചു. അല്ല, കുറേ ദൂരത്തൊന്നുമല്ല. ഏതായിരുന്നാലും ആ ഉമ്മ പറയുന്നുണ്ട്, ഞങ്ങളൊരു ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോ. അപ്പോഴും അവൻ കമ്പ്യൂട്ടറിൽ നിന്ന് എന്തൊക്കെയോ ചെയ്യാണ്. അപ്പൊ ഉപ്പ ചോദിച്ചു, നിനക്കെന്താ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പയോട് ആ കുട്ടി പറഞ്ഞത്ര, എനിക്കിന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, ആ ഇന്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്യണം. 2ാം ക്ലാസ് പഠിച്ചവൻ എന്തിനാണ് ഇന്റർവ്യൂ? 2ാം ക്ലാസ് പഠിച്ച കുട്ടിക്ക് ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ലല്ലോ, അതല്ലേ നമ്മുടെയൊക്കെ ഒരു വെപ്പ്. പക്ഷെ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ അന്നും ഉപ്പ 2 അടി അടിച്ചു ആ കുട്ടി വരാത്തതിന്റെ പേരിൽ. ആ ഇമോഷനിലാണ് അവൻ അന്നും ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പിന്നെ വാപ്പ പറയുന്നുണ്ട്, വാപ്പയുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ വന്ന് വീണപ്പോഴാണ്, അധികം കഴിവില്ലാത്ത ഒന്നിനും കഴിയാത്ത പാവത്തിന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ വന്ന് വീണപ്പോഴാണ് ഈ കുട്ടി എന്ത് ഇന്റർവ്യൂ ആണ് ഈ പാസ്സായത് എന്നറിയാത്തത്. അത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ കുട്ടി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കാര്യം അറിയുന്നത്, പിതാവ് അറിയുന്നത്. അപ്പൊ 2ാം ക്ലാസ്സുകാരൻ എങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ പറ്റും? ഇത് നമ്മുടെ ചോദ്യമാണ്. നിങ്ങൾ ഇന്നാൾ ഒരു 6 മാസം മുമ്പ് കണ്ടോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി IIT-കാരന് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്? ആ കുട്ടി എൻ്റെ കൂടെ ഒരു യൂറോപ്യൻ യാത്രയിലുണ്ടായിരുന്നു.
അത്ഭുതകരമാണ് അവന്റെ കാര്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഒരു എക്സംഷണൽ കേസ് അല്ലേ, ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു എക്സംഷണൽ കേസ് അല്ലേ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കുട്ടിയല്ലേ ഉണ്ടാവുള്ളൂ? അങ്ങനെയല്ല. സൈക്കോളജി പറയുന്നത് ഒരു കുട്ടിയുടെ കഴിവ് കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ ഇന്നത്തെ സ്കൂളുകളിലില്ല. അവന്റെ മാർക്ക് കണ്ടെത്താനുള്ള മാനദണ്ഡമേ ഉള്ളൂ. ഒരു കുട്ടിയുടെ കഴിവ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായി പരന്നു കിടക്കുകയാണ്. ഏത് മേഖലയിലായിരിക്കും അവന്റെ കഴിവുണ്ടാവുക എന്ന് ആർക്കും അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സ്കില്ലിനെ, ആ സ്കിൽ സെറ്റിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കൃത്യമായി കൊണ്ടുപോകുന്നതിന്റെ പേരാണ് പാരന്റിങ്. അവന് മാർക്ക് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നതല്ല, ഞാൻ ജനറലൈസ് ചെയ്തിട്ടല്ല ഇപ്പൊ പറയുന്നത്. ചില കുട്ടികൾക്ക് ചില സ്കില്ലുകൾ കൂടാം. അപ്പൊ ഒരു കുട്ടി വളർന്നു വരുന്നത് ഏത് മേഖലയിലൂടെ ആയിരിക്കും. അപ്പൊ കോഗ്നിറ്റീവില് നിങ്ങളെന്താ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അതില് ഫിസിക്കലി ഉയരുന്ന കുട്ടികളുണ്ട്, കിനസ്തെറ്റിക് ലെവലിൽ. അവർക്ക് ചിലപ്പോൾ പഠിക്കാനൊന്നും കഴിയില്ല, പക്ഷെ കിനസ്തെറ്റിക് ലെവൽ ഒരുപാട് ഉയരും. അതിൽപ്പെട്ട കുട്ടിയാണ് റൊണാൾഡോ, അതിൽപ്പെട്ട കുട്ടിയാണ് മെസ്സി, അതിൽപ്പെട്ട ആളാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അവർ കിനസ്തെറ്റിക്കിലൂടെ ലോകം അറിയപ്പെട്ട ആളുകളാണ്. ഈ സച്ചിൻ ടെണ്ടുൽക്കർ ആകെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഞാനിത് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കണ്ടെന്ന് പറയാനല്ല കേട്ടോ, ഞാൻ അങ്ങനെ തല തിരിച്ചു വായിക്കരുത്. നിങ്ങൾ 7CR എന്നറിയപ്പെടുന്ന റൊണാൾഡോ ആകെ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ലോകത്തിൽ ഇത്രമാത്രം കഴിവ് പുറത്തെടുക്കാൻ അവർക്ക് പറ്റി എന്നതിന് അവർ കിനസ്തെറ്റിക് ലെവൽ ഉയർന്നവരാണ്. മനസ്സുപോലെ ശരീരത്തെ വഴക്കാൻ പറ്റുന്നവരെയാണ് കിനസ്തെറ്റിക് എന്ന് ഒരു പാട്ടിൽ പറയുന്നത്. കിനസ്തെറ്റിക്കിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾ ഏത് മേഖലയിലൂടെ പോയാലാണ് ഉയരുക എന്ന് കൃത്യമായ ഒരു അവബോധം ഉണ്ടാകേണ്ട ആളുകൾ നമ്മൾ പാരന്റ്സാണ്. ഞാനൊരു പാരന്റായിട്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് മക്കളുണ്ട്. എനിക്കിപ്പോൾ PGക്ക് പഠിക്കുന്ന മകനുണ്ട്, അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുണ്ട്. ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ ഇടയിലാണല്ലോ ഞാനുള്ളത്. അപ്പൊ PGക്ക് പഠിക്കുന്ന നാഫി മെഹബൂബ് മുർത്തസ എന്നറിയപ്പെടുന്ന കുട്ടിയെ എങ്ങനെ കാണുന്നുവോ അതേ രീതിയിലല്ല 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാസി മബ്രൂക്ക് മുജ്തബയെ ഞാൻ കാണണ്ട. രണ്ടും രണ്ട് പാരന്റിംഗ് ആണ്, രണ്ടും രണ്ട് സ്റ്റൈലാണ്. PG ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന അവനെ ഞാൻ കൈകാര്യം ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. ഞാൻ ഒരാളെ ഉള്ളൂ, പക്ഷെ വ്യത്യസ്തമായ അപ്രോച്ച് ആയിരിക്കണം കുട്ടികളോട്. നമുക്ക് എല്ലായിടത്തും വിജയിക്കണമെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ അപ്രോച്ച് ഉണ്ടാവണം. ഉദാഹരണത്തിന് നമ്മളൊരു ബിസിനസ്സുകാർക്കിടയിൽ പോയി കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ റാപ്പോ വരണമെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് നമുക്കറിയണം. അപ്പൊ ബിസിനസ് റാപ്പോ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ്. അപ്പൊ ബിസിനസ്സുകാർക്ക് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അത്രയല്ലെങ്കിലും ബിസിനസ് തിരിയുന്ന ഒരാളായിരിക്കണം. കുറേ ഉസ്താദുമാരിങ്ങനെ നിരന്നിരിക്കാന്ന് വിചാരിക്കും, കിതാബുകളൊക്കെ പഠിച്ച ആളുകൾ. അവർക്കിടയിൽ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊരു വേവ് ലെങ്ത് ഉണ്ടാകണം. അവർ പഠിച്ചതെന്ത്, അവർ പോയ വഴികൾ ഏതൊക്കെ എന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാക്കണം. അപ്പോഴേ അവരോട് റാപ്പ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇനി സാധാരണ നമ്മുടെ നാട്ടിൽ കൂലിവേല ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, സാധാരണ നടക്കുന്ന ആളുകൾ. അവരോട് സൗഹൃദം പങ്കുവെക്കണമെങ്കിൽ അവരിലേക്ക് ആ ഗ്രാസ് റൂട്ടിലേക്ക് നമ്മൾ താഴ്ന്നു വരണം. ഇനി പൊളിറ്റീഷ്യൻസിനോട് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പൊളിറ്റിക്സ് എന്ത്, പൊളിറ്റിക്കൽ സയൻസ് എന്ത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ത് നമ്മൾ അറിയണം. ഇങ്ങനെ വ്യത്യസ്തമായ ഏരിയയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരാൾക്ക് എല്ലായിടത്തും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരു സോണിൽ തന്നെ ഒതുങ്ങും. ഇതേപോലെ കുട്ടികളെ സംബന്ധിച്ചിട്ട് വ്യത്യസ്തമായ സോണുകളാണ്, വ്യത്യസ്തമായ ഏരിയകളാണ്. ആ ഏരിയയിൽ ഏത് ഏരിയയിൽ എത്തുമ്പോഴാണ് അവൻ മിടുക്ക് കാണിക്കുക എന്ന് നമുക്കറിയില്ല, അറിയുകയേയില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്ത്, കുട്ടിക്കാന്ന് ഞങ്ങൾ വിളിക്കാം, അദ്ദേഹത്തിന് ഡൽഹിയിലേക്കാണ് ബിസിനസ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ദിവസം ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ക്ഷണിച്ചു. അതുവഴി പോകുമ്പോൾ ഞാൻ പറഞ്ഞു സമയമില്ല, എന്നാലും വേണ്ടില്ല, നിങ്ങൾ പേര് എൻ്റെ മോനെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണണം എന്നാണ്. ഒരു 10-15 വർഷം മുമ്പാണ്. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് ഞാൻ ചെന്നു. അപ്പൊ ഈ കുട്ടിയെ കുറിച്ചിട്ട് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. ഒരുപാട് കുറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ മക്കളെ മുമ്പിൽ വെച്ചിട്ട് മക്കളെ കുറ്റം പറയരുത്. കാരണം പിതാവ് എന്ന് പറഞ്ഞാൽ അവന് അഭിമാനമാണ്. ആ പിതാവിന്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ഒരു കുറ്റം മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അതെന്നും പിച്ചിൽ അവിടെ കിടക്കും, ഒരിക്കലും മാറാതെ കിടക്കും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഹീറോ പിതാവാണ്. ആ പിതാവ് ഒരിക്കലും ഒരാളെ പറ്റി നെഗറ്റീവ് പറയാൻ പാടില്ല. അവന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ തന്നെ ആ നെഗറ്റീവിനെ അഡ്മിറ്റ് ചെയ്ത് അവനെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനുള്ള അഡ്വൈസ് കൊടുക്കാവും. അവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും അവനെ കുറ്റപ്പെടുത്താതെ മെല്ലെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റാൻ കെൽപ്പുള്ള ഒരാളായിരിക്കണം പിതാവ്. കാരണം നമ്മുടെ മക്കളല്ലേ, നമുക്ക് കൈവിടാൻ പറ്റൂലല്ലോ. ആളുകൾക്ക് തെറി വിളിക്കാം,
ആളുകൾക്ക് കുറ്റപ്പെടുത്താം, അയൽവാസികൾക്ക് വേണമെങ്കിൽ അവൻ മോശക്കാരനാണെന്ന് പ്രഖ്യാപിക്കാം. പക്ഷെ ഒരു പിതാവ് എന്ന അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ മോനാണ്. ആ മോനെ എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യണമെന്ന് നമ്മൾ അറിയണം. അവൻ എന്തെങ്കിലും ഒരു കെടുതി ഉണ്ടായാൽ തന്നെ. അപ്പൊ ഞാൻ ആ വീട്ടിൽ പോയി. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിർത്തി, അവനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയണ്ട, അവൻ നല്ല മോനാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തൊക്കെയാ മോനെ നീ എന്തൊക്കെയാ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞത് എന്തൊക്കെയോ മുകളിൽ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കയറാറേയില്ല. അവനിങ്ങനെ എന്തൊക്കെയോ യന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തൊക്കെ ഉണ്ടാക്കിയത് ഞാനൊന്ന് കാണട്ടെ. എൻ്റെ കൈ പിടിച്ചിട്ട് ഒരു പോക്ക് അവൻ്റെ പിതാവ് ഇന്നേ വരെ അവനോട് അത് ചോദിച്ചിട്ടില്ല. ഞാനൊരു വലിയ നല്ല ആളാണെന്ന് പറയല്ല, എൻ്റെ സൈക്കോളജിയുടെ പാർട്ടായിട്ട് ചോദിച്ചതാണ്. അപ്പോൾ അവൻ്റെ കൈ പിടിച്ചിട്ട് മുകളിലേക്ക് മാളികപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ടെല്ലാം കാണിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് പഴയ കാലത്ത് ഫിലമെന്റ് ലൈറ്റ് ഉണ്ടല്ലോ, ഫിലമെന്റിന്റെ ലൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് അത് പോയിട്ടുള്ളൂ. മഞ്ഞ കളറിൽ ഫിലമെന്റ്. ആ ഫിലമെന്റിന്റെ ലൈറ്റിൽ ഒരു തുള്ളി വെള്ളം കുറേ സമയം കത്തിയാൽ ഒരു തുള്ളി വെള്ളം ഇട്ടിച്ചാൽ അത് പൊട്ടിത്തെറിക്കും. നേരെ മറിച്ചിട്ട് വെള്ളത്തിന്റെ ഉള്ളിൽ ഫിലമെന്റ് ലൈറ്റ് കത്തിക്കുന്നു അവൻ. എക്സ്ട്രാ ബോൺ എന്ന് പറഞ്ഞ പോലെ എക്സ്ട്രാ ബ്രെയിൻ. ഏതോ പറയുമല്ലോ, ഒരെല്ല് കൂടുതലാണ് എനിക്ക് എന്നൊക്കെ പോലെ, അതേപോലെ കുറച്ച് ബുദ്ധി കൂടുതലായി ഇവന്. ഈ ബുദ്ധി കൂടുതലുള്ള കുട്ടികൾക്ക് ഒരിക്കലും അറ്റൻഷൻ ലെവൽ ഉണ്ടാകില്ല. കാരണം റേഞ്ച് കുറഞ്ഞ വർത്തമാനം അവർ കേൾക്കില്ല. അവരുടെ മെന്റാലിറ്റി പോകുന്നത് വേറൊരു റിത്തമിലാണ്, വേറൊരു ലെവലിലാണ്. ആ ലെവലിനോട് യോജിച്ച വർത്തമാനം കേൾക്കുമ്പോൾ അവൻ അവിടെ സ്റ്റക്കാവുന്നുണ്ട്, അത് കേട്ടിരിക്കുന്നുണ്ട്. നേരെ മറിച്ചിട്ട് അതിനോട് ആ വേവ് ലെങ്തിനോട് ഒക്കാത്തതാണ് പറയുന്നതെങ്കിൽ അവൻ എപ്പോഴും ഡൗൺ ആയി പോകും. എന്നിട്ട് നമ്മൾ അതിന് ശ്രദ്ധയില്ലാത്തവൻ, പഠിക്കാത്തവൻ എന്നൊക്കെ മുദ്രകുത്തും. സത്യത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ ഐസക് ന്യൂട്ടനെ കുറിച്ചിട്ടൊക്കെ സൈക്കോളജിയിൽ പറയുന്നത് ദേ ആർ വാക്ക് ഔട്ടേഴ്സ് എന്നാണ്, നോട്ട് ഡ്രോപ്പ് ഔട്ടേഴ്സ്. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരല്ല, അവര് ഞങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്കാകില്ല എന്ന് പറഞ്ഞ് പോകുന്നവരാണെന്നാണ് സൈക്കോളജിയുടെ ഭാഷ്യം. ചില കുട്ടികൾ അങ്ങനെയുണ്ട്, അവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനും കേരളക്കാരനാണ്, ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നേടിയ ആളാണ്. ഡിഗ്രി ഞാൻ പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്, PG ആണ് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ. പക്ഷേ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡയമെൻഷനിലാണ് പോകുന്നത്. സിംഗിൾ ഡയമെൻഷൻ എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഒരേ സിലബസ്, എല്ലാ കുട്ടികൾക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ കുട്ടികൾക്കും ഒരേ സ്റ്റൈൽ ഓഫ് അവരുടെ സ്കില്ലിനെ അളക്കാനുള്ള പെഡഗോഗി, എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പോകുമ്പോൾ ഈ കുട്ടികൾ എങ്ങനെ നമുക്ക് വ്യത്യസ്തമാക്കാൻ പറ്റുക? യൂണിഫോം ഇട്ടതുപോലെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്കൽ ലോജിക് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്കത് പറയാൻ വലിയ മടിയൊന്നുമില്ല. ഇന്നും ഈ പറയുന്ന ടാന്, കോസ്, തീറ്റ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ 10ാം ക്ലാസ് ഒക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ. അപ്പൊ മാത്തമാറ്റിക്കൽ ലോജിക് ഉള്ള കുട്ടികൾക്ക് ആ ലോകത്തിലൂടെ പോകാൻ പറ്റും, ആ ലോകത്തിലൂടെ പോകാൻ പറ്റും. ബിസിനസ് സ്കില്ലുള്ള ആളുകൾക്ക് ബിസിനസ്സിലൂടെ അവൻ തൊട്ടതെല്ലാം വൻ ബിസിനസ് ആയിരിക്കും. കാരണം ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനം അവനുണ്ട്. സമൂഹത്തിൽ ഉയർന്നു പോകാൻ പറ്റുക, സമൂഹത്തിന്റെ റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റുക സോഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്കാണ്. സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഇന്റലിജൻസ് ഉണ്ട്. കിനസ്തെറ്റിക് ഇന്റലിജൻസ്, ഞാൻ പറഞ്ഞല്ലോ സ്പോർട്സിലും ഇതിലേക്ക് കയറി പോകാൻ പറ്റുന്ന കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള കുട്ടികൾക്കാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഇന്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് ഒരേ രീതിയിൽ പഠിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? എന്നിട്ട് നമ്മുടെ നാട്ടിലാകട്ടെ ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്നറിയോ? ആ ദുരന്തം, ഞാൻ ഇന്നാള് MESന്റെ ടോട്ടൽ പ്രിൻസിപ്പൽമാർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വെച്ചിട്ട്, പാലക്കാട് ജില്ലയിൽ വെച്ചിട്ട്. അവിടെ വെച്ചിട്ട് ആ പ്രിൻസിപ്പൽമാർ MES ടോട്ടൽ കേരളത്തിലെ MESലെ പ്രിൻസിപ്പൽമാർക്ക് ഒരു ക്ലാസ്. അതിനൊക്കെ ഞാൻ യോഗ്യനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവരെന്തായാലും വിളിച്ചു, ഞാൻ ക്ലാസ് കൊടുത്തു, അത്രേ പറയാൻ പറ്റും. അപ്പൊ ഏതായിരുന്നാലും ഞാൻ അവരോട് പറഞ്ഞു, കാരണം സെയിം ഇന്റലിജൻസ് അല്ല കുട്ടികൾക്കുള്ളത്. പിന്നെ ഇങ്ങനെ എല്ലാവർക്കും ഒരേപോലെ മാത്സിൽ മാർക്ക് ഉണ്ടാവും, എല്ലാവർക്കും ഒരേപോലെ SSL മാർക്ക് ഉണ്ടാവും, മാർക്ക് ഉണ്ടാവും, പക്ഷെ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലാക്കില്ല. ഇതിൽ BCom കഴിഞ്ഞ എത്ര പേരുണ്ട്? പ്ലീസ് റേസ് ദ ഹാൻഡ്സ്. BCom കഴിഞ്ഞവർ ഒന്ന് കൈപൊക്കിയാട്ടെ, കൈപൊക്കിക്കോളി, കുഴപ്പമൊന്നുമില്ല. BComലെ അക്കൗണ്ടൻസിയിൽ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, റീകൺസിലേഷൻ, അത് തിരിഞ്ഞവരെന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. കുറച്ചാൾക്കാരോട് കൈപൊക്കിയല്ലോ. അമാൽഗമേഷൻ അക്കൗണ്ടൻസിയിൽ, അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസിയിൽ അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ, റീകൺസിലേഷൻ, അത് അറിയുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഞാൻ പറയുന്ന BComല് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലും ഈ 4 സാധനം 80% ആൾക്കാർക്ക് അറിയില്ല. കാരണം എന്താ? അത്ര ടഫാണ് ലോകം. അത് പിന്നെ പഠിക്കാൻ വേണ്ടി പഠിച്ച് എങ്ങനെങ്കിലും മാർക്ക് കിട്ടുന്നല്ലാതെ ഇതൊന്നും തിരിഞ്ഞിട്ട് കിട്ടുന്ന മാർക്കൊന്നുമല്ല.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാലും അതിന്റെ ടഫസ്റ്റ് ഏരിയ ഉണ്ടാവും. അതൊന്നും മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാരന്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കുട്ടികൾ മാർക്കിലൊന്ന് കുറഞ്ഞു, അല്ലെങ്കിൽ ചില കഴിവുകളില്ല, അല്ലെങ്കിൽ ചില രീതിയിൽ അവർക്ക് പാഷൻ വരുന്നില്ല എന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരിക്കലും താഴെയാണെന്ന് വിശ്വസിക്കരുത്, ദയവ് ചെയ്തിട്ട്. അവർ ഉയർന്നു നിൽക്കേണ്ടുന്ന ഏരിയ കണ്ടെത്താൻ കഴിയാത്ത ഒരു മന്ദബുദ്ധിയായ ഒരു പിതാവാണ് ഞാൻ എന്നാണ് അതിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? അവിടെ പാരന്റ്സിനെയാണ് എന്താക്കേണ്ടത്, നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. നമ്മളെല്ലാവരും, നാളെ എന്നോട് കരഞ്ഞോണ്ട് ഒരു സ്ത്രീ വിളിച്ചോണ്ട് പറയാണ്, സാറേ ഇനി ആ കുട്ടീനെ ആ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല, ഇപ്പൊ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തേ പ്രശ്നം? അവിടെ പോയാൽ ഇവന്റെ ഷെയിമല്ലാതെ വേറൊന്നും പറയുന്നില്ല. മാതാപിതാക്കളാണ് ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടിക്ക് ഇപ്പോഴും എഴുത്തും വായന അറിയില്ല. പഠിക്കുന്നത് എത്രാം ക്ലാസ്സിലാ? 7ാം ക്ലാസ്സിൽ, 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുത്തും വായന അറിയില്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ എഴുത്തും വായന അറിയാത്തതിന് എന്താ ചെയ്യേണ്ടത്? അതിന്റെ റെമഡി എന്താ? ബ്രിഡ്ജിങ് ഗ്യാപ്പ് അല്ലെങ്കിൽ ലേണിംഗ് ഡിസേബിലിറ്റിയാണ്. അപ്പൊ ലേണിംഗ് ഡിസേബിലിറ്റിയാണ് ഈ കുട്ടിക്ക് എന്ന് മനസ്സിലാക്കി, അത് ഏത് ഏരിയയിലാണ് ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് മനസ്സിലാക്കി, ബ്രിഡ്ജിങ് ഗ്യാപ്പ് ആണ് എങ്കിൽ ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ കിട്ടേണ്ട അക്ഷരങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ അതിന്റെ ട്യൂഷൻ നൽകി. അപ്പൊ 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് ട്യൂഷൻ കൊടുക്കേണ്ടത് 1ാം ക്ലാസ്സിലെ പുസ്തകം വെച്ചിട്ടാണ്. 1st സ്റ്റാൻഡേർഡ്, 2nd സ്റ്റാൻഡേർഡ്, 3rd സ്റ്റാൻഡേർഡ്, അങ്ങനെ ഒരു 4-5 ക്ലാസ്സിലെ പുസ്തകങ്ങൾ വളരെ പെട്ടെന്ന് ഓടിച്ച് തീർത്ത് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്താലേ 7th സ്റ്റാൻഡേർഡിൽ ഡെസിമൽ സിസ്റ്റം തിരിയും. അപ്പൊ നമ്മൾ എന്ന പാരന്റ് സത്യത്തിൽ അറിയേണ്ടത് ഈ കുട്ടി ഡെവലപ്പ് ചെയ്ത് പോകാൻ ഏതാണ് ഏരിയ എന്നുള്ളത്. നിങ്ങളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഒരു സാറുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏതോ സെനറ്റ് മെമ്പർ നേരത്തെ കണ്ടു. അദ്ദേഹത്തിന് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന സബ്ജക്ട് മാത്സ് ആയിരുന്നു. മാത്സിനോട് ഭയങ്കര ദേഷ്യം, പഠിച്ചാൽ പഠിയേയില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് മാത്സ് ആണ്. അതേ രസം. അതെങ്ങനെ ഉണ്ടായിന്നറിയോ? 10ാം ക്ലാസ്സിൽ മാത്സ് പോയപ്പോൾ മാത്സ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ട്യൂഷൻ ടീച്ചർ ഏൽപ്പിച്ചു. ആ ടീച്ചർ വളരെ ഫൈനസ്റ്റ് ആയിട്ട് മാത്സ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മാത്സിനോട് ഒരു ഇഷ്ടം തോന്നി. ആ ഇഷ്ടം പിന്നീട് അവനെ മാത്സ് ലെക്ചർഷിപ്പിലേക്ക് എത്തിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, ചില ടീച്ചേഴ്സിനോടുള്ള ഇഷ്ടവും അനിഷ്ടവും, ചില പാരന്റ്സിനോടുള്ള ഇഷ്ടവും അനിഷ്ടവും, ഇതെല്ലാം കൂടിയിട്ടാണ് ഈ കുട്ടിയുടെ കഴിവില്ലാതെയായി പോകുന്നത്. അപ്പൊ ഒരു കുട്ടിയുടെ സ്കിൽസ് അഥവാ കഴിവുകൾ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അവന്റെ പാഷൻ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. ഇപ്പൊ 2ാം ക്ലാസ്സിലെ കുട്ടി എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി തലത്തിലെ ടെസ്റ്റ് എഴുതുന്നത്, എങ്ങനെയാണ് അങ്ങോട്ട് കയറിപ്പോകുന്നത്, എന്നിട്ട് യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്നറിയാം? ഏകദേശം 17 വയസ്സാക്കുമ്പോഴേക്ക് അവൻ PhD പൂർത്തിയാക്കുന്നുള്ളതാണ്. ഇവിടെ 17 വയസ്സാക്കുമ്പോഴേക്ക് നമ്മൾ ആരും +2 പൂർത്തിയാക്കുന്നില്ല. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ കുട്ടികളുടെ കഴിവിനെ അസസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ സാധാരണ ഉദാഹരണത്തിന് നമ്മളെ മൊബൈലിലൊക്കെ അവൻ ഇങ്ങനെ വരച്ചിട്ട് പിന്നെ അതിന് പ്രത്യേക ഒരു കളറിംഗ് ഒക്കെ കൊടുക്കുന്ന ഗെയിമുണ്ട്. അത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അത് കളിക്കാൻ അനുവദിക്കണം. 1 മണിക്കൂർ അനുവദിക്കാവുന്ന മാത്രം. സമയമാണ് പ്രശ്നം. നിങ്ങളുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് ആ പേനയും ഊരിയിട്ട് അവനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? 24-25 അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും മര്യാദക്കിരുന്ന് പഠിക്ക്, വരയ്ക്കല്ലേ എന്ന് പറയും. പക്ഷെ ആരറിയുന്നു ഈ കുട്ടിയുടെ വരയുടെ സ്കില്ല് പോയി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ കയറിയിട്ട് ലോകത്തിന്റെ വ്യത്യസ്തമായ പ്രതലങ്ങളിലെ വീടിന്റെ സ്ട്രക്ചർ വരച്ചു കൊടുക്കാൻ അവന് 13ാമത്തെ വയസ്സാകുന്ന സമയത്ത് ഈ മൊബൈലിലൂടെ സാധിക്കുമെന്ന്. അഡ്വാൻസ്ഡ് ആയിട്ട് AI അത്രത്തോളം മാറി. നിങ്ങൾ കണ്ടില്ലേ? ഞാൻ പറയുന്നതൊക്കെ വെറുതെ അല്ല. 13 വയസ്സായ കുട്ടിയാണ് അതിമനോഹരമായ ആർക്കിടെക്റ്റ് ആയിരിക്കുന്നത്, വിത്തൗട്ട് ബി-ആർക്ക് പോലും പഠിക്കാതെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പല കുട്ടികൾക്കും പല ടൈപ്പിലുള്ള കുട്ടികളുണ്ടാവും, പല കഴിവുകളുണ്ടാവും. ആ കഴിവിനെ ചോർന്നു പോകുന്ന രീതിയിലാണ് നമ്മുടെ പാരന്റിങ് ഉണ്ടാവുക. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, ഞാനൊരു പാരന്റായിട്ട് സംസാരിക്കുന്ന പറയും. പാരന്റായിട്ട് സംസാരിക്കും. എന്നാൽ കുട്ടികളുടെ കഴിവില്ല എന്ന് നമുക്ക് തോന്നിപ്പോ, അവൾക്ക് മാർക്കില്ല, അവന് ബുദ്ധിയില്ല എന്നൊക്കെ നമ്മൾ പറയും. ആര് പറഞ്ഞ ബുദ്ധിയില്ലെന്ന് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്. 7ാം ക്ലാസ്സിൽ ഫീസ് അടക്കാൻ കഴിവില്ലാതെ പ്രയാസപ്പെട്ട് വരികയും ഫീസ് അടച്ചോടാ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ ഞാൻ ഫീസ് അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ഫീസ് അടക്കാത്തതിന്റെ പേരിൽ പുറത്താക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ ഹിസ്റ്ററി നിങ്ങളൊന്ന് വായിച്ചു നോക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒന്ന് കാണി. അന്ന് ഫീസും അടച്ചിട്ടില്ല, സാർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ അവന് ഉത്തരവും കിട്ടുന്നില്ല. അപ്പൊ ഈ കുട്ടിയുടെ ഇമോഷണൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. എന്താ ഇമോഷണൽ ബ്രേക്കിംഗ്? ഒരു കുട്ടിയുടെ വികാരങ്ങളെ തകർക്കുന്ന ചില ഡയലോഗുകൾ. ഫോർ എക്സാമ്പിൾ,
ഉമ്മ അനിയത്തിയുടെ വീട്ടിൽ പോയാൽ പറയാണ്, വെറുതെ നിങ്ങൾക്ക് തമാശയായിരിക്കും അത്, അനിയത്തിന്റെ കുട്ടികൾ ഇവനെങ്ങനെയുണ്ട് പഠിക്കാൻ എന്ന് പറയുമ്പോ അനിയത്തി പറയാൻ നല്ല മിടുക്കാനാണ്, അതിനൊക്കെതാ എനിക്കൊരു മുതല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ട് എനിക്കിതാ ഒരു മുതല് എന്നാ പറയാം എന്ന് ആ പറയുന്ന ഡയലോഗിന്റെ ഇൻഡെപ്ത് വേർഷൻ എത്ര ഉണ്ടെന്നറിയോ? നിങ്ങൾ ഖബറിൽ കിടന്നിട്ട് അവിടെ കിടന്നിട്ട് ഇവൻ പ്രാർത്ഥിക്കുമ്പോ പോലും ആ ഡയലോഗ് അവൻ ഓർമ്മ വരുന്ന. ഉറപ്പിച്ചോ നിങ്ങൾ? അത്ര ഡെപ്ത് ഉണ്ട് നമ്മുടെ ഓരോ വാക്കുകൾക്കും. അവനെ കുറിച്ച് നെഗറ്റീവായി പറയുന്നു. എനിക്കറിയാവുന്ന നല്ലൊരു ബിസിനസ്സുകാരനുണ്ട്. റമദാനിലെ ഒരു പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ് പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. ഞാൻ പോരുന്ന സമയത്ത് ഞാൻ അവന്റെ കൂടെ പോയത്, അവന്റെ വണ്ടിയിൽ അവൻ നല്ല ബെൻസ് എന്താ പറയാ ക്ലാസ് ബെൻസ് ഒക്കെ ഉണ്ട്. ഏതായിരുന്നാലും ശരി, അങ്ങനെ പോരുമ്പോ എന്നോട് പറഞ്ഞു, സാർ നിങ്ങൾ പ്രസംഗിച്ചപ്പോ ഒരുപാട് ആൾക്കാർ കരയുന്നുണ്ട് പിതാവിനെ കുറിച്ചിട്ട്, പക്ഷേ എനിക്കൊരു കരച്ചിലും വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തേ വരാത്തത്? ഞാൻ പറഞ്ഞു, എനിക്കാകെ ഉപ്പ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ബോർഡിങ്ങിൽ എന്നെ കൊണ്ടാക്കിയിട്ട് വണ്ടിയിലേക്ക് കയറിയിട്ട് നിർത്താതെ വണ്ടി വിട്ടിട്ട് ഉപ്പ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഞാൻ ഓടിയ രംഗണ്ട്, അതെന്റെ മനസ്സൊന്നും പോകുന്നേയില്ല. ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഉപ്പ അവിടെ ആക്കിയിട്ട് ഒറ്റ വണ്ടി എടുത്തിട്ടൊരു മുങ്ങലാണ്. അപ്പൊ ഞാൻ പിന്നാലെ പാഞ്ഞു ഉപ്പാന്ന്, അതായത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ രംഗമാണ് എനിക്ക് ഉപ്പാന്റെ ഖബറ് നിൽക്കുമ്പോൾ വരെ ഓർമ്മ വരുന്നത്. പാരന്റിങ് അത് ചില്ലറയല്ല. നമ്മൾ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചു കൂട്ടേണ്ടുന്ന ഒന്നല്ല. ഓരോ സ്റ്റെപ്പിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ്. ഓരോ സ്റ്റെപ്പിലും ഞാൻ അതിനെ പെരുപ്പിച്ച് പറയല്ല, പക്ഷെ എത്ര വലുതാക്കി പറഞ്ഞാലും അതിന്റെ ഡോസ് ഇട്ട് കുറയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇൻഫാന്റ് എന്ന് പറയുന്നത്, ഇൻഫാൻസി എന്ന് പറയുന്ന പീരീഡ് ഏതാ? നമുക്കൊക്കെ അറിയാം, അത് 2 വയസ്സ് വരെയാണ്. 2 വയസ്സ് വരെ ഒരു കുട്ടി ഇൻഫാന്റ് ആണ്. ഇൻഫാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഇമോഷൻസ് വലുതാകുന്നേ ഉള്ളൂ, അവൻ ഫേസസ് തിരിച്ചറിയുന്നേ ഉള്ളൂ. ഇത് ഉപ്പയാണ് ഇത് ഉമ്മയാണ് എന്ന് തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഉമ്മക്കനുസരിച്ച് ചില വാക്കുകൾ ഇങ്ങനെ പറയാൻ തുനിയുന്നേ ഉള്ളൂ. ഫിസിക്കലി അവനിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ നടത്തം എത്താതെ അവിടെ വീഴുന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കുട്ടിയോട് നമ്മൾ എന്തു പറഞ്ഞാലും അവന് ഭയങ്കരമായ പ്രയാസമുണ്ടാക്കും ആ സമയത്ത്. പക്ഷെ ഓർമ്മിക്കാൻ കഴിയില്ല, അവനൊരിക്കലും ഓർമ്മയുണ്ടാകില്ല. ഇതിലിപ്പോ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതിലിരിക്കുന്ന എല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഞാനടക്കമുള്ളവർ ചുരുങ്ങിയത് ആർക്കെങ്കിലൊക്കെ നിർഭാഗ്യവശാൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, 2 വർഷം മുലപ്പാല് കുടിച്ചവരാണ്, ഉമ്മയുടെ മുലപ്പാല് കുടിച്ചവരാണ് ഈ ഇരിക്കുന്നവരൊക്കെ. 2 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും കൊടുക്കണം എന്നാണ് അതിന്റെ ശാസ്ത്രം. 5 പ്രാവശ്യം കൊടുക്കുമ്പോൾ 2 വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 3500 പ്രാവശ്യം നമ്മളത് കുടിച്ചിട്ടുണ്ട്. 3500 പ്രാവശ്യം. പക്ഷേ ഒരു പ്രാവശ്യം പോലും കുടിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാകില്ല. ഒരു പ്രാവശ്യം പോലും കുടിച്ചത് ഓർക്കാൻ കഴിയില്ല, കാരണം 2 വയസ്സിൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമുക്കൊരു 6 വയസ്സായ ഒരു കുട്ടി ഉണ്ടെന്ന് വെക്കുക, 2 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വെക്കുക, നമ്മൾ കൂടുതലും ആരെയാ കൊഞ്ചിക്കുക, ആരെയാ കളിപ്പിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ആരെയായിരിക്കും? 2 വയസ്സുള്ള ആളെ. അവനെ പോയി 6 വയസ്സുള്ള ആളെന്ന് തൊട്ടാൽ നമ്മൾ പറയും, എന്ത് വിട്ടേക്ക്, കുട്ടിയെ തൊടല്ലേ എന്നൊക്കെ പറയും. സത്യത്തിൽ അവൻ പിടിക്കാൻ വന്നത്, അവൻ തൊടുമ്പോൾ ഉമ്മ തട്ടിയത്, ഇതൊന്നും 2 വയസ്സായ കുട്ടിക്ക് ഓർക്കാൻ കഴിയില്ല. പക്ഷെ 6 വയസ്സായ കുട്ടിക്ക് എന്നും ഓർമ്മയുണ്ടാവും, കാരണം അവൻ ഏർലി ചൈൽഡ്ഹുഡിലാണ്. ഏർലി ചൈൽഡ്ഹുഡിന്റെ പ്രത്യേകത ക്യൂരിയോസിറ്റി വളരെ കൂടും. എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ കൂടിക്കൊണ്ടിരിക്കും. എന്താണ് എന്നെ കുറിച്ച് ഉമ്മ പറയുന്നത്, എന്താണ് ഉപ്പ എന്നെ കുറിച്ച് പറയുന്നത് എന്ന് കൂടുതലായിട്ട് ഇങ്ങനെ ഉള്ളൊരു സമയമാണ് ഈ 6 വയസ്സിന്റെ. 2 വയസ്സിന്റെയും ഈ 8 വയസ്സിന്റെയും ഇടയിലുള്ളൊരു പ്രായമുണ്ട്. അതൊരു വല്ലാത്ത പ്രായമാണ്. ആ സമയത്താണ് സത്യത്തിൽ എന്താക്കേണ്ടത്? കുട്ടികൾക്ക് നല്ല കളി കൊടുക്കേണ്ടതെന്നാണ്. പഠിക്കലല്ല, പഠിത്തം നിങ്ങൾ പഠിപ്പിച്ചോളൂ, പക്ഷെ നന്നായിട്ട് കളിപ്പിക്കണം. കുട്ടി ഇങ്ങനെ ത്രസിച്ചു വരേണ്ടുന്ന സമയം അതാണ്. അങ്ങനെ ഉയർന്നുയർന്ന് വരേണ്ടുന്ന സമയമാണ് സത്യത്തിൽ 2 വയസ്സിന്റെയും 8 വയസ്സിന്റെയും ഇടയ്ക്കുള്ള കാലഘട്ടം. അപ്പോഴാണ് അവൻ കഥ കേൾക്കുക. കുട്ടികൾക്ക് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന സമയം മാക്സിമം 12 വയസ്സ് വരെയാണ്. കാരണം 12 വയസ്സായാൽ അവൻ ഇൻഡിപെൻഡന്റിലേക്ക് പോകും, ഫ്രണ്ട് സർക്കിളിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ പ്രീ ഗ്യാങ് സ്റ്റേജ് എന്നാണ് അതിന് പറയുക. ഗ്യാങ്ങിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്റ്റേജ്. അപ്പൊ ഗ്യാങ്ങിലേക്ക് പോയാൽ, കൂട്ടുകാരിലേക്ക് പോയാൽ, ഇപ്പൊ ആ ഇരിക്കുന്ന കൂട്ടുകാരോട് ഉമ്മ പറഞ്ഞത് കേൾക്കണോ അതോ കൂട്ടുകാരികൾ പറഞ്ഞത് കേൾക്കണോ എന്ന് വെച്ചാൽ അവര് കൂട്ടുകാരികൾ പറഞ്ഞത് കേൾക്കൂ. കാരണം അവർ സ്വതന്ത്രമാണ്, സ്വതന്ത്ര ചിന്തകളുള്ളവരാണ്. ഞാൻ പറയുന്നത് മറ്റേ സ്വതന്ത്ര ചിന്ത അല്ല കേട്ടോ.
എന്നുള്ള ചിന്തയിൽ സ്വാതന്ത്ര്യമുള്ളവരാണ്. എന്തിന് ഞാൻ ഉമ്മ പറയുന്നത് മാത്രം കേൾക്കണം, എന്തിന് ഞാൻ ഉപ്പയുടെ അഡ്വൈസ് കേൾക്കണം എന്ന ഒരു റാഷണൽ തോട്ട്സ് ഉള്ള കുട്ടികളാണ്. അപ്പൊ അവരെ ട്യൂൺ ചെയ്യേണ്ടുന്ന രീതി വേറെയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ പറയാണ്, ഇന്ന് നീ ഇന്ന ഡ്രസ് ഇട്ട് പോയിക്കോ, പക്ഷെ കൂട്ടുകാരി വിളിച്ചിട്ട് പറയണം, മോളെ ഇന്ന് നീ അത് ഇടണം കേട്ടോ എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാരി പറയുന്നത് ഇവളിട്ടു. നമ്മുടെ ആൺമക്കളെ നിങ്ങൾ പ്രത്യേകം നോക്കിക്കോ, 13 വയസ്സായാൽ കളി ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അവരെ ഉണ്ടോ? നിങ്ങൾ പറ, എന്താ കിട്ടാത്തെ? കാരണം കുട്ടികൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങി. ആ ഒരു സ്വതന്ത്രമായി അവർ ചിന്തിക്കാൻ തുടങ്ങി എന്ന് വെക്കുമ്പോ നമ്മൾ അവിടെ ചെയ്യേണ്ടുന്ന ചില മേഖലകളുണ്ട്. അതെന്താണ്? നമ്മുടെ കുട്ടികളെ വിഡ്രോ ചെയ്യാൻ അല്ല നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്, അവരുടെ ആ സർക്കിൾ ഏറ്റവും സ്ട്രോങ് നിലയിലേക്ക് പോകണം. ആ സർക്കിൾ നല്ല സ്ട്രോങ് ആയി മാറണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് പോസിറ്റീവ് സർക്കിളിലേക്ക് വിടുക, ഗെയിമാണ് പോസിറ്റീവ് ഗെയിമിലേക്ക് വിടുക. ഇപ്പൊ ഉദാഹരണത്തിന് അവന് ടർഫിൽ പോയി കളിക്കണം. അപ്പൊ നമ്മുടെ ടർഫിന്റെ ചുറ്റുപാടുകൾ നമ്മൾ മനസ്സിലാക്കുക, അവന്റെ സുഹൃത്തുക്കളെ ഇടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുക. ഞാൻ ചെയ്യുന്ന ചില മെത്തേഡ് അതാണ്, സൈക്കോളജി മനസ്സിലാക്കിയിട്ട്, അല്ലാതെ എന്റെ സ്വന്തം മെത്തേഡൊന്നുമല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സായിട്ട് നമ്മളെന്ന വാപ്പയും മാറണം. അപ്പൊ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ ഒരിക്കലും അവന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ മോനെ വഴി പഴപ്പിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം ഒരു ഫാദർ ഫിഗർ ആയിട്ട് നമുക്ക് മാറണം. നമ്മുടെ മോന്റെ മാത്രമല്ല, അവന്റെ ടോട്ടൽ ഫ്രണ്ട്സിന്റെ ഫാദർ ഫിഗർ ആയിട്ട് നമ്മൾ മാറണം. അത് രസകരമായ ഒരു പ്രോസസ്സിങ്. അതിനെന്ത് ചെയ്യണം എന്നറിയോ? ഇടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. കുട്ടി വീട്ടിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഇന്ന് കൂട്ടുകാരികളെ കൊണ്ടുവരാൻ കൂട്ടുകാരികൾക്ക് ഇഷ്ടമല്ല വീട്ടിലേക്ക്. എന്താ കാര്യം? നിനക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എന്നും വരും, നന്നായിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകും, ഇതൊന്നും പറഞ്ഞേക്കരുത്. അവര് വരട്ടെ, ഭക്ഷണം കഴിക്കട്ടെ, പോട്ടെ. അങ്ങനെ ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടാക്കണം. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കപ്പിൾസ് എന്ന് പറയുന്നത് രണ്ടുപേരും സ്നേഹിക്കുക എന്നത് മാത്രമല്ല, ആർക്കൊക്കെയാണോ പ്രീവിയസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് നല്ല ബന്ധങ്ങൾ ഉള്ളത്. ഉദാഹരണത്തിന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള പെൺകുട്ടി, അവൾക്ക് ബാക്കപ്പിൽ നിൽക്കുന്ന കുറെ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, തന്റെ SSLC +2 പഠിച്ചിട്ടുള്ള, അവരോട് നല്ല റാപ്പുള്ള കുട്ടികൾക്ക് എപ്പോഴും എന്തുണ്ടാവും? ഒരു നല്ലൊരു ആശ്വാസം ഉണ്ടാവുന്ന. ഭർത്താവിന്റെ അടുത്ത് ഒരു ചീത്ത കേട്ടാൽ തന്നെ ഇവരോട് സംസാരിക്കുമ്പോൾ അതെന്താവും? മാറിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ നാട്ടിൽ എനിക്ക് അറിഞ്ഞുകൂടെ തലശ്ശേരി വന്ന് പറയാൻ പറ്റുമെന്നുള്ളത്, കാരണം നിങ്ങൾ അത്യാവശ്യമൊക്കെ ആസ്വദിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വിവാഹം കഴിച്ചാൽ പിന്നെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്തു. ഞാൻ പറയുന്നത് മോശമായ രീതിയിലുള്ള അലൂമിനി മീറ്റിനെ അല്ല. അലൂമിനി മീറ്റ് എല്ലതും മോശമൊന്നുമല്ല കേട്ടോ. പക്ഷെ അലൂമിനി മീറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പൊ എനിക്ക് ഈ അടുത്തൊരു അനുഭവം ഉണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടി, അവൾ അത്യാവശ്യം സൗന്ദര്യവതിയായതുകൊണ്ട് ഇങ്ങനെ ആളുകൾ വന്നിട്ട് 6 or 7 തവണ വന്നിട്ട് ഒരുത്തനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തു. നല്ല രീതിയിൽ ഇങ്ങനെ പോവാ. 2 കുട്ടികളുമായി. 2 കുട്ടികളുമായിരിക്കെയാണ് അലൂമിനി മീറ്റ് നടന്നത്. അലൂമിനി മീറ്റിനെ മോശമാക്കല്ല, എല്ലാ അലൂമിനി മീറ്റും അങ്ങനെയല്ല, ചില അലൂമിനി മീറ്റുകൾ അങ്ങനെ ആകുന്നു എന്നാണ്. അലൂമിനി മീറ്റ് നടന്ന അപ്പൊ അവന്റെ പഴയ ലൈൻ അവിടെ വെച്ച് കണ്ടുമുട്ടി. അവൾക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെയും കൊണ്ട് ഇവൻ പോകുന്നു. ഇവളെ എന്താക്കി? തലാക്കും ചൊല്ലി. അപ്പൊ നമ്മൾ പഴയകാല ഫ്രണ്ട്സിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോശമായ ചാബല്യപരമായ ലോകത്തിലൂടെ സഞ്ചരിക്കാനല്ല. നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ട് നീങ്ങാനാണ്, നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാകാനാണ്. അതുണ്ടാകാൻ നമുക്ക് ഫ്രണ്ട് സർക്കിൾ നല്ലതാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് തലശ്ശേരിയിൽ വിളിച്ചാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സാണ് ഇവിടെ. നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ പല പരിപാടിക്ക് വന്നതും ഗൾഫിൽ നിന്ന് കണ്ടുമുട്ടിയപ്പോൾ തലശ്ശേരി എന്നടിച്ചാൽ ഒരു 100 ആൾക്കാരുടെ ഫോൺ നമ്പറെങ്കിലും ഇതിൽ വരും. അപ്പൊ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ആരെ വിളിച്ചാലും അവർ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന ഭക്ഷണം കഴിക്കണമെന്ന് ചോദിക്കുക. അത് പോസിറ്റീവ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാകണം. പക്ഷെ അതിനെ മോശമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഫ്രണ്ട് സർക്കിൾ ഏതാണ് എന്ന് കൃത്യമായി നമുക്കറിയണം. ആ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും മോശക്കാരുണ്ടോ എന്നറിയണം. ഉദാഹരണത്തിന് ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ മാത്രമല്ല ഉള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രണ്ട് സർക്കിൾ ഉള്ളത് അവർക്ക് ഏതിനാണ്? ഫ്രീ ഫയർ കളിക്കാനാണ്. വീട്ടിലിരുന്നിട്ട് ഫ്രീ ഫയർ കളിക്കുന്നുണ്ടാവും. അപ്പൊ കുട്ടികൾ പറയും ഫ്രീ ഫയർ കൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ChatGPTയുടെ പ്രൈമിലേക്ക് കയറിയിട്ട് സെർച്ച് ചെയ്യുക. അഥവാ ഫ്രീ ഫയർ കളിക്കുന്നത് കൊണ്ടുള്ള 7 പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ChatGPT വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ അങ്ങനെ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫ്രീ ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് ആളുകളെ തകർത്തിട്ട് 4 ആളുകൾ പല ഭാഗത്തിരുന്ന് കളിക്കുന്ന ഗെയിമല്ലേ? ഇവർക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നുണ്ട്. അതെന്താ സാധനം എന്ന് ഇവിടെ ചോദിക്കുകയാണ്. ഞാൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരു ഭാഗത്തിരുന്നിട്ട് വെടിവെച്ചുകൊണ്ടേയിരിക്കും.
ആ പീരങ്കി തകർത്ത് അവിടെ തകർത്ത് ആളെ വെടിവെച്ച് കൊന്നിങ്ങനെ പോവാ. എന്നിട്ട് അവിടുന്ന് വെക്കടാന്ന് പറയാം, ഇവിടുന്ന് വെക്കത് എപ്പോൾ വരൂട്ട് അവൻ മുന്നോട്ട് ചാടും, നീ വെച്ചേക്കെന്ന് പറയാം. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഞാനൊരു ഗെയിമിനെ കുറ്റപ്പെടുത്തല്ല, ഗെയിമിന് പല നല്ല വശങ്ങളും ഉണ്ടാവാം. പക്ഷേ ഫ്രീ ഫയർ കളിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയാം, ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഉൾവലിഞ്ഞു പോകുന്ന പ്രകൃതമാകുന്ന, പിന്നെ ബിഹേവിയർ ചേഞ്ചസ്, അവന്റെ സ്വഭാവം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന, അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉമ്മനെ തല്ലുക, അല്ലെങ്കിൽ തള്ളുക, അല്ലെങ്കിൽ വാപ്പനെ കുറ്റം പറയുക, അങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് അവൻ പോകുമെന്നാണ്. ഞാനിത് എന്റെ ഇത് പറയല്ല, നിങ്ങൾ ചാറ്റ് ജിപിടി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, അതും പ്രൈമിലേക്ക് കയറിയിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. കാരണം അവർ അത്രയും ഐഡിയോളജിക്കലി ഒരുപാട് റിസർച്ച് കഴിഞ്ഞിട്ടാണ് ഈ സാധനം പുറത്തുവിടുന്നത്. പിന്നെ ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ലേണിംഗ് എന്ന് പറയുന്നതിന്റെ ഒരു രീതിയിലും അവന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പഠിക്കുക എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് വേറെ അതിന്റെ ദുരന്തമാണ്. വേറെ ഏറ്റവും വലിയൊരു ദുരന്തം എന്നറിയോ, ദുരന്തം സമൂഹത്തിനേറ്റ് ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോഷ്യൽ റാപ്പോ അബ്സല്യൂട്ട്ലി മിസ്സിംഗ് എന്നാണ്. അഥവാ അത് ഇല്ലാതെയാവും, സമൂഹത്തോട് ഒരു ബന്ധവും ഇല്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന കുട്ടിയായിട്ട് മാറുന്ന. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം അറിയില്ല. എപ്പോഴാ എഴുന്നേൽക്കേണ്ടത്, എപ്പോഴാ ഉറങ്ങേണ്ടത്, എന്താണ് റൂട്ടീൻ, രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യണമെന്ന റൂട്ടീൻ കംപ്ലീറ്റ് നഷ്ടപ്പെടുമെന്നാണ്. അപ്പൊ ഒരൊറ്റ ഗെയിം കൊണ്ട് നമ്മുടെ കുട്ടികൾ പോകുന്ന ഏരിയകൾ നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ ഗെയിം കൊണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ പഠനത്തോടുള്ള ആ മമതയുണ്ടല്ലോ, നല്ല ഇഷ്ടമുണ്ടല്ലോ, അത് എന്തായാലും കുറഞ്ഞു പോകുമെന്നത്. അവൻ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ഒരൊറ്റ ഗെയിമിന്റെ കോൺസിക്വൻസസ് ആണ് നമ്മളോട് ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മീഡിയ എന്നറിയപ്പെടുന്ന ചാറ്റ് ജിപിടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടിയെ, നമ്മളിത് ഒരുപാട് കാലങ്ങളായിട്ട് ഇത് പറയുന്നതാണ്. പക്ഷെ ഇപ്പൊ ചാറ്റ് ജിപിടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് അതിൽ സെർച്ച് ചെയ്യാൻ പറയുന്നു. ഫ്രണ്ട്സ് മേക്കിംഗ് എന്ന് പറയുന്ന കപ്പാസിറ്റി കുറയും. അഗ്രസീവ്നെസ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു കുട്ടിയെ ഒരു ഗെയിം കൊണ്ടുണ്ടാകുന്ന സ്വഭാവമാണത്. അപ്പൊ നമുക്ക് എന്ത് മാറ്റാൻ പറ്റും? അപ്പൊ എന്താ പാരന്റ്സ് ചെയ്യേണ്ടത്? സാറേ, ഞങ്ങളുടെ കുട്ടികളൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്. നിങ്ങളുടെ കുട്ടികൾ കളിച്ചു തുടങ്ങുമ്പോൾ തന്നെ കൺസ്ട്രക്റ്റീവ് ഗെയിമാണോ കളിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. അതിന് നിങ്ങൾ ഈ മൊബൈൽ എന്ന് പറയും, ഇപ്പൊ എന്റെ മക്കൾ എന്തൊക്കെ ഇപ്പൊ കളിക്കുന്നു എന്നുള്ളത് എനിക്ക് ഇവിടെ ഇരുന്ന് നോക്കാൻ പറ്റും. അവരിപ്പോ അവരുടെ ചാനലിൽ ഏതൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളെ മക്കളെ ട്രാക്ക് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്. 18 വയസ്സായ കുട്ടിനെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട, അവൻ സ്വതന്ത്രമായി. നേരെ മറിച്ചിട്ട് 7 വയസ്സായ കുട്ടി എന്തൊക്കെയാ കളിക്കുന്നത് എന്നതിന്റെ ഇൻഡിക്കേഷൻ എന്റെ മൊബൈലിലേക്ക് വരണം. അതാണ് പാരന്റ്. അവൻ നെഗറ്റീവായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്ലൂ വെയിൽ കളിക്കുന്നുണ്ടോ, മിക്സഡ് കളിക്കുന്നുണ്ടോ, ഐബക്കി കളിക്കുന്നുണ്ടോ, ഇതൊക്കെ കളിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാൻ. നമ്മുടെ ഈ മൊബൈലിൽ വെറുതെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമും അതേപോലെ തന്നെ ഇത് മാത്രം നോക്കാൻ വേണ്ടിയുള്ളതല്ല. ട്രാക്കിംഗ് എന്ന് പറയുന്നത് കൂടി നോക്കാനുള്ളതാണ്. ചിലര് ഭാര്യമാരെ ട്രാക്ക് ചെയ്യും, ഭാര്യമാര് ഭർത്താക്കന്മാരെ ട്രാക്ക് ചെയ്യും. ആ ട്രാക്കിങ്ങിനെ കുറിച്ചെല്ലാം പറഞ്ഞു. നമ്മുടെ കൊച്ചുമക്കളെ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൊബൈലിലെ ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കണം. ആധുനിക കാലഘട്ടത്തിലെ പാരന്റിംഗ് ആണ്. കാരണം ഇതിൽ പറയുന്ന 7ാമത്തെ ട്രാജഡി എന്താണെന്നറിയോ? ചാറ്റ് ജിപിടി പറയുന്ന 7ാമത്തെ ട്രാജഡി എന്ന് പറഞ്ഞ ഫ്രീ ഫയർ കളിച്ചാൽ പിന്നെ റിയൽ മണി ഇട്ടിട്ട് അവൻ ഫ്രീ ഫയറിന്റെ അപ്ഡേഷൻ വേർഷൻ വാങ്ങിക്കുന്നതാണ്. 10,000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്തിട്ട് ഗെയിമുകൾ വാങ്ങിക്കും. ആ പൈസ പോണത് മാതാപിതാക്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. കുറെ കഴിഞ്ഞിട്ട് മകൾക്ക് പണ്ടം വാങ്ങിക്കാൻ വേണ്ടി, ആഭരണം വാങ്ങിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇതിൽ നിന്ന് പോയ വിവരം നിങ്ങൾ അറിയാം. ഗെയിമിംഗ് എന്ന് പറയുന്നതിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബിസിനസ്സായിട്ട് ഗെയിം മാറിയിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് സിനിമ വരെ വരെയാണ്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, അത് സിനിമ വരെ. അഥവാ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഡെപ്ത് അത്ര മനസ്സിലാക്കണമെന്നില്ല. നമ്മളതൊക്കെ മനസ്സിലാക്കിയവരെന്നല്ല ഈ പറയുന്നത്. ഇപ്പൊ ഈ അടുത്തിടെ ഒരു സിനിമ ഇറങ്ങി, അതിന്റെ സ്വാധീനം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. ഞാനും അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് സിനിമ ഉണ്ടാവുന്നില്ല. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അന്ന് തന്നെ കാണാനുള്ള ഫെസിലിറ്റി ഒക്കെ നമ്മുടെ മൊബൈലിലുണ്ട്. ഇറങ്ങണം അന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള ചില ഐഡിയാസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അതെന്തിനാ, സിനിമ കാണാനല്ല, ഇതിന്റെ എഫക്ട് അറിയാനാണ്. എന്നോട് എന്റെ വിദ്യാർത്ഥികൾ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ എന്തായാലും നോക്കണം, അതിൽ ഇന്ന പ്രശ്നമുണ്ട്. കാരണം സൂപ്പർ ക്ലൈമാക്സ്. എന്താ ക്ലൈമാക്സ്? അതിലിങ്ങനെ ഒരു ചളിയിൽ ചവിട്ടിയിട്ട് വരുന്ന ഒരു വലിയ ഹീറോയെ കാണിക്കുന്നു. അതൊക്കെ എത്ര ഇമ്പാക്റ്റ് കുട്ടികൾ ഉണ്ടാവണമെന്നറിയോ? ഹീറോ അല്ല, ഒരു വില്ലനെ ചളിയിൽ ചവിട്ടിയിട്ട്, ആ ചളിയിൽ ചവിട്ടിയതിന്റെ സിംബോളിസം തന്നെ ഇയാള് ഫുള്ള് ചളിയിലാണെന്നുള്ളതാണ്. എന്നിട്ട് ഷൂ ഇങ്ങനെ ചളിവെള്ളത്തിൽ ചവിട്ടിയിട്ട് നടക്കുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. അതിലെ വില്ലനെ കാണിക്കാൻ. ആ വില്ലൻ ഗെയിം എന്ന് പറയുന്ന സാധനത്തെ സൃഷ്ടിച്ചെടുക്കുന്ന വലിയ തമ്പുരാനാണ്. അതിന്റെ തീം അങ്ങനെ പോവാൻ, അങ്ങനെ ഗെയിമിലൂടെ ലോകത്തിന് മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു മഹാവില്ലൻ അവതരിപ്പിക്കും.
എന്നിട്ട് അതിനെയെല്ലാം തകർത്തെറിയുമെന്ന് വിചാരിക്കുന്ന മെഗാസ്റ്റാർ എന്ന് പറയുന്ന ആള് സൂപ്പർ ഹീറോ ആയിട്ട് കടന്നു വരുന്നു. അവസാനം വരെ നമ്മൾ വിചാരിക്കൽ എന്താണെന്നറിയോ? ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ആള് ഇതിനൊക്കെ തകർത്തിട്ട് ഈ അവസ്ഥയിൽ നിന്ന് ഇവരെ എല്ലാം നഷ്ടത്തിലാക്കുമെന്നാണ്. പക്ഷെ അവസാനല്ലേ മനസ്സിലാക്കുന്നത് അതാ സൂപ്പർ ക്ലൈമാക്സ്. അതെന്താ? അവസാനം മനസ്സിലാകുന്നത് ആ ചളിയിൽ ചവിട്ടിയ ആൾ തന്നെയാണ് ഈ മെഗാസ്റ്റാർ എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ അതിനൊരു ക്ലൈമാക്സ് ആയിട്ട് എടുക്കാം. ബസൂക്ക എന്നാണ് ആ സിനിമയുടെ പേര്. നിങ്ങൾ എത്ര പേര് അതൊക്കെ അറിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചിരുന്നു, ഇത് നിങ്ങൾ അഭിനയിക്കേണ്ടുന്ന സിനിമയായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. മൂപ്പര് മറുപടി ഒന്നും അയച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ 2-3 വട്ടം കണ്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ ഹീറോ തന്നെയാണ് എന്താക്കുന്നത്, ഒരൊറ്റ ഹീറോ തന്നെ വില്ലനാകുന്നു, വില്ലൻ തന്നെ ഹീറോയാകുന്നു. അങ്ങനെ ഒരു ക്ലൈമാക്സ് അധികമൊന്നും വരാറില്ല. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാകും. ഇന്ന് വിഷ്വൽ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വിഷ്വൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 1000 തവണ പുസ്തകം വായിക്കുന്നതിനേക്കാളും വലിയ എഫക്റ്റാണ്, വലിയ എഫക്റ്റാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് നിങ്ങളോട് ഇത്ര ദേഷ്യം എന്നറിയോ? നിങ്ങൾ ഉപദേശമായി പറഞ്ഞതൊക്കെ എന്താണെന്നറിയോ? അത് കറക്റ്റ് തിയറിയാണ്. നിങ്ങൾ അവനെ അടിക്കാൻ ചെന്നതൊക്കെ കറക്റ്റ് വിഷ്വലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നിങ്ങൾ ഉപദേശമായി പറഞ്ഞതൊക്കെ തിയറിയാണ്. മോനെ നന്നാവണം കേട്ടോ, ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ, അങ്ങനെ ചെയ്യണം കേട്ടോ, ഇതൊക്കെ തിയറിയാണ്. അതൊന്നും ഓർത്തിരിക്കാൻ അവന് പറ്റൂല. നേരെ മറിച്ചിട്ട് നിങ്ങൾ അവനെ ഇമോഷണലി ഒന്ന് അടുത്തേക്ക് ചെന്നിട്ട് നല്ല മാർക്ക് വാങ്ങിയപ്പോ അല്ലെങ്കിൽ നല്ലൊരു പ്രവൃത്തി ചെയ്തപ്പോ അവന്റെ നെറ്റിയിൽ ചുംബിച്ചത് അത് വിഷ്വലാണ്. അവന് എന്നും ഓർക്കാൻ പറ്റുന്ന കാതലായ വിഷ്വലാണ്, കാഴ്ചയാണ് അവൻ കണ്ടത്. ഇതേ രൂപത്തിൽ നമ്മുടെ പാരന്റിങ് കാഴ്ചയായിട്ട് മാറണം. നമ്മൾ ഉപദേശികൾ മാത്രമാകരുത്. ഈ ഇരിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഇങ്ങനെ ആക്കിയാട്ടെ, ജസ്റ്റ് ഒന്ന് പ്രയാസം ഇല്ലെങ്കിൽ ഒന്നിങ്ങനെ ആക്കിയിട്ട് ഒന്ന് സ്പീഡിലാക്കിക്കോ. പെട്ടെന്ന് താടി കൈവച്ചാട്ടെ. കുറെ ആൾക്കാർ വെച്ചത് ഇപ്പോൾ ഇവിടെ തന്നെയാണ്. നിങ്ങളിതൊക്കെ അറിഞ്ഞിട്ടും എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്നെ പോലെ താടി ഇല്ലെങ്കിലും ഇവിടെ അല്ലല്ലോ താടി. എന്താ ഇവിടെ വെക്കാൻ കാരണം? പല ആൾക്കാരും ഇവിടെ വെച്ചു. എന്താ കാരണം? ഞാൻ പറഞ്ഞത് താടിയിൽ വെക്കാനും പക്ഷെ ഞാൻ ചെയ്ത് കാണിച്ചത് ഇവിടെ വെക്കലുമാണ്. ഇത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിതാവും മാതാവും എന്താണോ ചെയ്ത് കാണിച്ചത് അതേ ചെയ്യൂ. പറഞ്ഞതൊന്നും അവർ കേൾക്കില്ല. അതുകൊണ്ട് ഉപദേശക്കൊട്ടയുമായിട്ട് ഇങ്ങനെ ഉപദേശിക്കാൻ എന്ന് പറഞ്ഞ് പിന്നാലെ ചെല്ലണ്ട. നമ്മുടെ ജീവിതത്തിലുള്ള സുന്ദരമായ നിമിഷങ്ങളെ വാർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ രക്ഷാകർതൃത്വം. നമ്മൾ ആ കുട്ടിയെ ഹഗ് ചെയ്തത്, അല്ലെങ്കിൽ ടീച്ചർ അപവാദം പറഞ്ഞപ്പോ അവനെ വാരിപ്പുണരെന്നല്ല പറഞ്ഞത്, ടീച്ചർ ഇവന് മാർക്കില്ലേ, കണ്ടില്ലേ, നിങ്ങളെ മോനല്ലേ എന്നൊക്കെ പറയുമ്പോ അപ്പോൾ നമുക്ക് സങ്കടം തോന്നിയാലും വീട്ടിലെത്തിയിട്ട് മെല്ലെ അവനെ ചാരത്ത് ചേർത്തിട്ട് നെറ്റിയിൽ മുത്തം കൊടുത്തിട്ട് മോനെ ഇനിയെങ്കിലും പഠിക്കണം കേട്ടോ എന്ന് ഇമോഷണലി പറഞ്ഞ ഒരു വാക്ക്, ഇതൊക്കെയാണ് അവൻ ഓർത്തെടുക്കുക. അല്ലാതെ നമ്മൾ ഒരു ഉപദേശവും അവൻ ഏറ്റെടുക്കില്ല. അതുകൊണ്ട് പാരന്റിങ് എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായി പറഞ്ഞാൽ ഒരു കുട്ടിയുടെ 4 ടൈപ്പ് ഗ്രോത്തിലും നമ്മൾ അവന്റെ ഫിറ്റായ ഫാദർ ആവുക, ഫിറ്റായ മദർ ആവുക. ഏതാ 4 ടൈപ്പ് ഗ്രോത്ത്? ഒരു കുട്ടിക്ക് കളിക്കണം. ഇപ്പൊ ആ കുട്ടി അവിടെ ഇരുന്നിട്ട് കുറെ നേരമായി കളിക്കണം. അവനോട് പ്രസംഗം കേട്ടിരിക്കണം എന്ന് പറഞ്ഞത് അപവാദമാണ്. കാരണം അവൻ ഇപ്പൊ ഇവിടെ നടക്കണം മുഴുവൻ പ്രസംഗം കേട്ടിരുന്ന അവൻ എന്തോ കുഴപ്പമുണ്ട്. അവൻ അതിലടക്കാതെ മാന്തണം, ചിലപ്പോ കസേര മറിച്ചിടണം, കസേരയും കൊണ്ട് പായണം. ഇതൊക്കെയാണ് കുട്ടികളുടെ നേച്ചർ. അപ്പോൾ അവൻ കുട്ടിയാവും. കുട്ടികൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ആ കുട്ടി റിയൽ കുട്ടിയാന്ന് അർത്ഥം. അതല്ല അച്ചടക്കത്തോട് കൂടിയിട്ട് ഉമ്മാനി നോക്കിയിട്ട് ഭീകരമായി എന്നെ നോക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് വിട്ടുകൊടുക്കുന്ന ഞാൻ പറയാം. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് കളിക്കണം. അപ്പൊ അവന് കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഉമ്മ ഞാൻ ടർഫ് പോട്ട് ഒരു 100 റുപ്യ തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാസം ഗോൾഡ് മാറ്റും, നിങ്ങൾക്ക് 100 റുപ്യ കൊടുക്കൽ വലിയ പണിയൊന്നുമല്ല. അപ്പൊ കുഴപ്പമില്ലാത്ത ഒരു ടർഫിലാണെങ്കിൽ അവൻ ഫിസിക്കലി കളിക്കാൻ പോട്ടെ. ആ കളി നമുക്ക് ഏറ്റവും ഹരമായി മാറട്ടെ. അവന്റെ കാലിൽ നിന്ന് സുന്ദരമായി എന്താകട്ടെ, ഗോളുകൾ പിറക്കട്ടെ. അവന്റെ ബാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ സിക്സർ പിറക്കട്ടെ. അവന്റെ വോളിബോൾ കോർട്ടിൽ നിന്ന് അതിമനോഹരമായി സ്മാഷുകൾ പിറക്കട്ടെ. സ്മാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അടിയാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്നുണ്ടാകട്ടെ. അപ്പൊ ഫിസിക്കലി അവന്റെ വളർച്ചയെ നമ്മൾ എപ്പോഴും താങ്ങും തണലായി നിന്നു കൊടുക്കണം. അത് നിർബന്ധമാണ്. അവന്റെ ഡ്രസ് കോഡ് അത് നിർബന്ധമായ ഒരു കാര്യമാണ്. അവൻ ഏത് വസ്ത്രമിടണം, അതിമനോഹരമായി നമ്മൾ പറയേണ്ടുന്ന കാര്യം അവൻ ഏത് വസ്ത്രമിടണം. അപ്പൊ അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം നമ്മൾ. ഇപ്പൊ ഏതായാലും സുഡിയോ അത് ഇതൊക്കെ വന്നപ്പോ ഞാൻ അവരെ പരസ്യം പറയല്ലോ കേട്ടോ, വലിയ വില ഇട്ടില്ലാനും ഒരു ഡ്രസ്സ് 3 മാസമൊക്കെ മാക്സിമം ഇടാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഡ്രസ്സുകൾ അവന് ചേഞ്ച് ആക്കണമെങ്കിൽ ആക്കി കൊടുത്തോ. അവന് ഫിസിക്കലി ആവശ്യപ്പെടുന്നതൊക്കെ ഹലാലായിട്ട് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊടുത്തേക്ക്. അധികം പൈസയൊന്നും ഇല്ലെങ്കിൽ കളിക്കണമെങ്കിൽ കളിക്കാം.
ഇനി അവൻ പറയാണ് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞാൽ പോകാം, നല്ല പോസിറ്റീവായിട്ട്. ഉമ്മയും ഉപ്പയും എല്ലാവരും കൂടി പോവാം, ഉമ്മയും കണ്ടിരിക്കുക, അവൻ പോയിട്ട് കുളിക്കട്ടെ. അല്ലെങ്കിൽ വാപ്പ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെല്ലാവരും കൂടി വാപ്പയെ വന്നിട്ട് പിന്നിൽ നിന്ന് തള്ളട്ടെ, എന്നിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോയിട്ട് വാപ്പ വീഴട്ടെ. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഫിസിക്കലി ഒരു ഫിറ്റ്നസ് ഉള്ള ആളായി മാറുന്നത്. രാവിലെ നിങ്ങൾ മാത്രം പോയിട്ട് എക്സസൈസ് ചെയ്താൽ പോലെ, നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ മക്കളെയും കൊണ്ടുപോവുക. അങ്ങനെ ഫിസിക്കൽ ഗ്രോത്തിൽ അവർ നമ്മളൊപ്പം ഉണ്ടാവുക. അത് ഏറ്റവും സിമ്പിളാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഭക്ഷണം വേണമെന്ന് പറയാം. അവരിപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമാണ്. അവിടെ നിങ്ങൾ തലശ്ശേരിക്കാര് ഞങ്ങൾ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ. ഞാൻ നല്ല നന്മയോട് കൂടിയിട്ട് പറയാണ്, ഞാൻ ഒരുപാട് തലശ്ശേരിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതാണ്. നിങ്ങളെ ബിരിയാണിയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, ഇന്നും നിങ്ങളെ ബിരിയാണി തന്നെ കഴിച്ചത്. പക്ഷേ സ്നേഹത്തോടു കൂടി പറഞ്ഞോട്ടെ, ഞാൻ മലപ്പുറത്തുകാരനാണ്. എന്നാലും മലപ്പുറത്തായാലും നിങ്ങൾ കണ്ണൂരുകാരായാലും കോഴിക്കോട്ടുകാരായാലും ഒക്കെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഹെൽത്തി ഫുഡിന്റെ ആൾക്കാരല്ല, ടേസ്റ്റി ഫുഡിന്റെ ആൾക്കാരാണ്. ഹെൽത്തി ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു മുട്ടമാലയിൽ 11 മുട്ട ഇടാൻ പാടില്ല. കോഴിമുട്ട എത്രത്തോളം ഇടാം, അതിന്റെ എനർജി എത്രയാണ്, അത് എത്രത്തോളം മനുഷ്യനിക്ക് കേടുണ്ടാക്കും നല്ലതുണ്ടാക്കും എന്നൊക്കെ ഒരു അനാലിസിസ് ഉണ്ടാക്കണം. അതിനെന്താ ചെയ്യണ്ടേ? മൊബൈൽ ആപ്പ് ഉണ്ട്. ഞാൻ ലേറ്റസ്റ്റ് പാരന്റിങ് പറയാണ്. എന്റെ മോളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്. മൊബൈൽ ആപ്പ് ഉണ്ട്. എന്നിട്ട് ഈ സാധനത്തിന്റെ ഫോട്ടോ എടുത്താൽ എത്ര കാലറി ഉണ്ട് എന്ന് ഇത് പറഞ്ഞുതരും. കലോറി എത്രയുണ്ടെന്ന് നമുക്ക് ഡെയിലി കഴിക്കാനുള്ള കലോറിക്ക് ഒരു എണ്ണം ഉണ്ട്. അപ്പൊ മുട്ടയായി, ഇറച്ചിയായി, അതായി, ഇതായി, ഇതെല്ലാം കൂടി കഴിച്ചാൽ നമ്മുടെ കലോറി എത്ര എത്തും, അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ സാധനം നിങ്ങൾ പറയുന്ന AI നമുക്ക് പറഞ്ഞു തരും. ഇതൊക്കെ അതിനുപയോഗിക്കാനും കൂടി ഉള്ളതാണ്. അതിനുപയോഗിക്കാൻ നിങ്ങൾ നടക്കാൻ പോണ ആളാണോ? ഡെയിലി നിങ്ങളോട് ഡോക്ടർ പറഞ്ഞത് അരമണിക്കൂർ നടക്കാനാണ്. പോരാ, എനിക്ക് കുറച്ചും കൂടി നടക്കണം എന്നാണ് 1 മണിക്കൂറാക്കിയാൽ ചിലപ്പോൾ നിങ്ങളവിടെ കുഴഞ്ഞു വീഴും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എത്ര നടക്കാൻ പറ്റുമെന്ന് ഈ സാധനം നിങ്ങൾക്ക് പറഞ്ഞ സ്റ്റെപ്പുകൾ എണ്ണിയിട്ട് പറഞ്ഞു തരും. അതിനും കൂടി ഉള്ളതാണ് ഈ സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഈ സാധനത്തിന് ലേറ്റസ്റ്റ് ആവണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ നമുക്ക് വെള്ളം ബോഡിയിൽ കുറഞ്ഞു പോയാൽ അപ്പൊ നമുക്ക് പറഞ്ഞു തരും. എന്ത് പറഞ്ഞു തരും? നിങ്ങൾ പറയുന്ന AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിന്റെ കുറവുണ്ട്, കുറച്ച് വെള്ളം കുടിക്കണമെന്ന് അതിന്റെ ആപ്പ് ഉണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ മകൻ കളിക്കാൻ പോവാണ്, മകന്റെ ആപ്പ് ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മകൻ ഇപ്പൊ വെള്ളം കുറവുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇത് വെറുതെ പറയുന്നത്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. യൂറോപ്പിൽ ഇപ്പൊ നടക്കാൻ പോകുന്നവരൊക്കെ മൊബൈലും കൊണ്ട് നടക്കണം. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നോക്കും, ഞാൻ എത്ര സ്റ്റെപ്പ് നടന്നു. ആ എണ്ണേണ്ട കാര്യമൊന്നുമില്ല. എത്ര കാലറി ചെലവായി എന്നത്, എത്രത്തോളം ഇനി ഞാൻ ഫുഡ് ഉള്ളിലേക്ക് ഇൻടേക്ക് എടുക്കണം എന്നത്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും ഈ സാധനം. വലിയ പണിയൊന്നുമില്ല. അത് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാൻ ആപ്പിന്റെ പ്രചാരകനൊന്നുമല്ല കേട്ടോ. പക്ഷെ ലേറ്റസ്റ്റ് ടെക്നോളജി അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ കുട്ടിയെ ഫിസിക്കലി എങ്ങനെയൊക്കെ വളർത്താം, ഒന്ന് അത് ശ്രദ്ധിക്കണം. അഥവാ ശരീരത്തിന്റെ വളർച്ചകൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകാം. രണ്ടാമത്തത് ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ ഗ്രോത്ത് ആണ്. അഥവാ ബുദ്ധിപരമായ വളർച്ച എത്രത്തോളം, ഇത് മാറ്റി പറയാൻ നമുക്ക് കഴിയില്ല. കാരണം ശരീരത്തിന്റെ വളർച്ചയല്ല ബുദ്ധിയുടെ വളർച്ച. ബുദ്ധിയുടെ വളർച്ച വേറെയാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുമ്പോ നമ്മുടെ കുട്ടികൾക്ക് എത്ര പുസ്തകങ്ങൾ വായിപ്പിക്കണം, അതിനെത്ര പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിൽ വേണം. ഇപ്പൊ ഉദാഹരണത്തിന് ബിസിനസ്സുകാരാണ് ഇവിടെ പലരും ഇരിക്കുന്നതെങ്കിൽ ബിസിനസ്സുകാർ മാത്രം വായിക്കേണ്ടുന്ന പുസ്തകങ്ങളുണ്ട്. ഉദാഹരണത്തിന് സൈക്കോളജി ഓഫ് മണി, പണത്തിന്റെ മനഃശാസ്ത്രം, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ വായിച്ചതുകൊണ്ട് പറയാണ്, പൈസ അങ്ങനെ ഇങ്ങനെയൊന്നും അവിടെ ഇവിടെയും കൊണ്ടേ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അതിന്റെ സൈക്കോളജി കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഇതാക്കണം, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന ഒരു ഫാന്റാസ്റ്റിക് പുസ്തകമാണ് സൈക്കോളജി ഓഫ് മണി. എല്ലാ ബിസിനസ് ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഈവൻ ബിൽ ഗേറ്റ്സ് പോലും പറയുന്നു, ഞാൻ ആ പുസ്തകം വായിച്ചതിന് ശേഷം എന്റെ ഫിനാൻസിന്റെ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്തു എന്ന്. ഇതേപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ബിസിനസ്സുകാർ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുണ്ട്. അത് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഇനി അത് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനും ഈ സാധനം ഉപയോഗിക്കാം. ഇംഗ്ലീഷിന്റെ ആ ഒരു പേജ് ഉണ്ടല്ലോ, അതിലൂടെ നിങ്ങൾ ഇങ്ങനെ വായിച്ചാൽ അത് മലയാളത്തിലാക്കിയിട്ട് അപ്പൊ തന്നെ മൊബൈൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതിന് ട്രാൻസ്ലേഷൻ മലയാളത്തിനൊന്നും വാങ്ങണ്ട. എന്താ ഈ AI കൊണ്ടുണ്ടായെന്ന് നിങ്ങൾക്ക് അറിയോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോട് കൂടിയിട്ട് എല്ലാറ്റിനും സൊല്യൂഷനായി ഞാൻ പറയാം. അല്ലാതെ നെഗറ്റീവ് അല്ല, അതിന് നെഗറ്റീവ് സൈഡ് ഒരുപാടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കുട്ടികളെ വായിപ്പിക്കേണ്ടുന്ന പുസ്തകങ്ങൾ അത് നമ്മൾ വായിപ്പിക്കണം. ഇതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്ന റിതം എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിക്കുക. ഇവിടെ എത്ര രക്ഷിതാക്കൾ അത് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എത്ര പേര് AI കൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട്? കുട്ടികൾക്ക് AI ടെക്നോളജി ഇതാക്കി കൊടുത്തിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കൈപൊക്കിയാട്ടെ. ബാങ്കാണോ കൊടുക്കണം? ആണോ? അല്ലേ?
അവിടെ ഇരിക്കണേ. ലേറ്റസ്റ്റ് പാരന്റിങ്ങിനെ കുറിച്ചിട്ട് ഇങ്ങനെ പോവാണ് ആധുനിക കാലഘട്ടം. നമ്മളെ കുട്ടികൾ ഫാന്റാസ്റ്റിക് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വെക്കും. നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്തിന്റെ ആവശ്യമില്ല, അതിനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് സാറെ കൊണ്ടുവരേണ്ട സാധനമില്ല. ആരെങ്കിലും കോഴ്സ് നടത്തിക്കോട്ടെ കേട്ടോ. അതായത് 20 ദിവസത്തെ അവിടുത്തെ ട്രെയിനിങ്, ഇവിടുത്തെ ട്രെയിനിങ്, അല്ലെങ്കിൽ ഇത്ര കോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള കോഡ്, അതൊക്കെ ഞാൻ നിൽക്കാൻ പോവാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തൊക്കെ തെറ്റ് വന്നു എന്ന് AI നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഈ മൊബൈൽ ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് അതൊന്ന്, ആകെ എത്ര അതിന്റെ പൈസ എന്നറിയാം? 199 റുപ്യാണ്. 199 രൂപ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസം വീട്ടിൽ നിങ്ങൾ അടുക്കള പണി ചെയ്യാന്ന് വിചാരിക്കും. അടുക്കള പണി ചെയ്യുന്ന സമയത്തായിരിക്കും നോക്കിയാൽ വെറുതെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ശരിയാക്കി തരും. ഈ ദുബായിൽ പോയ ആൾക്കാർ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ കുറെ വിദേശത്ത് പോയിട്ട് അറബി പഠിച്ചവരുണ്ടാവും, ഉറുദു പഠിച്ചവരുണ്ടാവും, ഇംഗ്ലീഷ് പഠിച്ചവരുണ്ടാവും. ഇവരെങ്ങനെ അത് പഠിച്ചത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഇതർനോർ നെയ്തർനോർ, ആസ് സൂൺ ആസ്, ആസ് മച്ച് ആസ്, ആസ് ഫാർ ആസ്, ഇൻട്രോഗേറ്റീവ് അഫോർമേറ്റീവ് തന്നെ പഠിച്ചതല്ല അവര്. അവിടുന്ന് ഇങ്ങനെ ആള് പറയും, ഇവിടെ അങ്ങോട്ട് തിരിച്ചു പറയും, വാസു ഈസു ആറും ഹാവും ഹാവ് ബീനും ഹാഡ് ബീനും ഒന്നും ഉണ്ടാവില്ല, അത് പിന്നെ അവർ ചേർത്ത് കൊടുക്കും. അങ്ങനെ പഠിച്ചത് അതൊക്കെ. നമ്മളെങ്ങനെ മലയാളം പഠിച്ചത്? നമ്മൾ മലയാളം പഠിച്ചത് സംസാരിച്ച് പഠിച്ചതാണ്. അല്ലാതെ നമ്മൾ വൃത്തവും ഇറുതിവൃത്തവും ഘടവും ഒക്കെ പാടെ ഉപയോഗിച്ചിട്ട് കർത്തരും കർമ്മണി ഒന്നും പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ മലയാളം പഠിച്ചത്. ഇതേപോലെ അറബി നന്നായിട്ട് പറയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും, ഗൾഫ് പോയവര്. അറബി കിതാബിയായിട്ട് പഠിക്കാൻ കുറച്ച് പണിയുണ്ട്, മനസ്സിലായോ? പക്ഷേ കാന വഹവാത്തുഹ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും. അത് കാന സ്വാറ അസ്ബഹ അംസ അൽഹ ലല്ല ബാത്ത മാസാര മാംപരിഹ മാംഫക്ക മാദാമ ലൈസ, ഈ 14 സാധനം ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ അറബിയിലൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോ ലൈസ കുറച്ചൊക്കെ ഉപയോഗിക്കലുണ്ട്. ഞാൻ പറയുന്നത് ഇതിന് ഫാന്റാസ്റ്റിക് ആയിട്ട് ഉപയോഗിച്ച് അറബി പറയുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകുന്നത് അവരിങ്ങനെ റെക്ടിഫൈ ചെയ്ത് പഠിച്ചതുകൊണ്ടാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഭാഷ പഠിക്കണോ? നിങ്ങളുടെ AI അതുണ്ട്. നിങ്ങൾ പറയുന്ന കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കും ഉപയോഗിക്കണൊക്കെ ഇതിനാക്കിയാൽ മതിയെന്ന്. ഡെയിലി 3 മണിക്കൂർ കുട്ടികൾ ഉപയോഗിക്കട്ടെ. കണ്ണിന് കേടില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നത് ആകെ 3 മണിക്കൂറാണ്. 3 മണിക്കൂർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന്റെ 3 മണിക്കൂർ മുമ്പ് നിർത്തിയേക്കണം എന്നാണ്. അല്ല എങ്കിൽ നമ്മുടെ മെമ്മറി ലോസ്, നമുക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടെന്നാണ്. കാരണം നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ സ്ലീപ്പിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഓർമ്മശക്തി കുറഞ്ഞ് നമ്മുടെ സെല്ലുകൾ തകരാറായി. കോഗ്നിറ്റീവിൽ പറയുന്ന 4 പ്ലേറ്റ്ലെറ്റ്സുകൾ ഉണ്ട്. ആ സാധനങ്ങൾ ഒന്ന് മിസ്സായി നമുക്ക് അൽഷമസ് പോലുള്ള അസുഖം വരും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് മൊബൈൽ കാണരുത് എന്ന് പറഞ്ഞത് വെറുതെ കാണരുത് എന്നല്ല. നമുക്ക് മെമ്മറി ഇപ്പൊ തന്നെ മറവി കൂടിയില്ലേ? ആണോ അല്ലേ? നിങ്ങൾ പറഞ്ഞോട്ടെ. നമുക്കൊക്കെ മറവി കൂടി വരികയാണ്. ഈ മറവി കൂടാനുള്ള വലിയൊരു കാരണമായിട്ട് പറയുന്നത് ഈ മൊബൈലിന്റെ അവസാന സമയത്ത് വരെയുള്ള ഉപയോഗങ്ങളാണ്. കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് പാർക്കിങ്സ് വരും. ഏത് ഇങ്ങനെ വിറക്കുന്ന അസുഖങ്ങൾ, ബാലൻസ് തെറ്റും. അത് തെറ്റാനുള്ള കാരണം എന്താ വരാൻ പോകുന്നതെന്നറിയോ? അത് തെറ്റാൻ പോകുന്നത് കിടന്നുകൊണ്ട് ആംഗിൾ തെറ്റിയിട്ട് ഇത് കാണുന്നു എന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. കിടന്നുകൊണ്ടാണ് കുട്ടികൾ കാണുന്നത്. കാരണം കണ്ണ് തന്നെ ഇങ്ങനെ നേരെ കാണാനുള്ളതാണ്. അതിങ്ങനെ ചെരിച്ചു വെച്ചിട്ട് 3 മണിക്കൂറായാൽ ഇതിന്റെ ബാലൻസ് തെറ്റിപ്പോകും. അങ്ങനെ നമ്മുടെ നടത്തത്തിന്റെ ബാലൻസ് തെറ്റും. ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് ആണ് വരാൻ പോണത്, ഒരുപാട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം പിന്നെ ഇത് കഴിഞ്ഞിട്ട് PhD കഴിഞ്ഞതാണ്. B.Pharm കഴിഞ്ഞ് M.Pharm കഴിഞ്ഞ് PhD കഴിഞ്ഞതാണ്. ഒരു മരുന്ന് കമ്പനിയിൽ കെമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, അസിസ്റ്റന്റ് കെമിസ്റ്റ്. അദ്ദേഹം പറയാണ്, ഇനി വരാനിരിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ ഐ ഡ്രൈനെസ് ആണ്. കണ്ണ് വരണ്ടു പോവുക. ഈ മൊബൈലിന്റെ എഫക്റ്റ് ആണ്. കണ്ണ് വരണ്ടു പോയിട്ട് കാഴ്ച ശക്തി, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പലർക്കും ചിലപ്പോഴൊക്കെ കാഴ്ചയാണ് പോണാണ്. കുറെ മൊബൈൽ കണ്ട കാഴ്ച ഒറ്റ പോക്കാണ്. എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞാൽ വരും. പക്ഷെ അതിന് ഒറ്റ പോക്കാണ്ട് പോയിനി. ആ ഒരു അവസ്ഥയിലേക്ക് ഇതിന്റെ കെടുതികൾ വരാം. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 3 മണിക്കൂർ കൊടുക്കാം മാക്സിമം. അതിൽ 1 മണിക്കൂർ അവർക്ക് പഠിക്കാനുള്ള പ്രൊജക്ടുകൾ, അസൈൻമെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സ്കൂളിൽ നിന്ന് കൊടുക്കുമല്ലോ, കോളേജിൽ നിന്ന് കൊടുക്കുമല്ലോ. ഇതൊരു കോളേജാണ്. കോളേജിൽ നിന്ന് കുറെ അസൈൻമെന്റ്സ് കൊടുക്കുമ്പോൾ അവർക്ക് നോക്കാനുണ്ടാവും. ഇനി നിങ്ങൾക്ക് സ്കൂൾ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞോ. ഇനി അതല്ല, ആ കുട്ടിക്ക് 1 മണിക്കൂർ കൂടി അഡീഷണലി കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഫൺ എന്നാണ്. അവന്റെ കളി തമാശകൾ ഉണ്ടാവും, ഗെയിമോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നല്ല ഗെയിമുകളൊക്കെ. അതിനൊരു മണിക്കൂർ ചെലവായിക്കോട്ടെ. 1 മണിക്കൂർ എന്തിനാണെന്നറിയോ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ലോകത്തെക്കുറിച്ച്, ലോക വിവരങ്ങളെ കുറിച്ച് അറിയാനാണ്. അതിനുവേണ്ടി ക്ലവർലിയുള്ള സെർച്ചിങ് എന്ന് പറഞ്ഞ പഠിത്തം എന്ന് പറയുന്ന അട്ടാവട്ടത്തിൽ നിന്ന് മാറി സമൂഹത്തെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്. ഉദാഹരണത്തിന് ഫലസ്തീൻ, അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ്? അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ആക്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് കുറെ രാജ്യങ്ങൾ എന്തുകൊണ്ട് ഫലസ്തീന്റെ കൂടെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ചില ആൾക്കാർ മാത്രം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെർസെപ്ഷൻ വന്നത്? ഇതൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. പക്ഷെ അതിനുവേണ്ടി 1 മണിക്കൂർ ഉപയോഗിക്കുക. ഇങ്ങനെ പഠിത്തത്തിന് വേറെ, സൊസൈറ്റിക്ക് വേണ്ടി വേറെ, വേറെ ഒന്ന് നിങ്ങളുടെ ഗെയിമിന് വേണ്ടി വേറെ, ഇങ്ങനെ ഉപയോഗിക്കാം എന്നതല്ലാതെ 24 മണിക്കൂറും കളിയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകരുത്. അത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്, നമ്മളെന്ന് പറയുന്ന രക്ഷിതാക്കൾക്കാണ്.
അപ്പൊ കുട്ടികളുടെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബിഹേവിയർ മാറാനുള്ള കാരണം? രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ സ്വഭാവം മാറുന്നു. സ്വഭാവ വൈകല്യം എന്തുകൊണ്ടുണ്ടാകുന്നു? വളരെ ശ്രദ്ധിക്കണേ. വെടിവെച്ചു പോകുന്ന ഗെയിം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്ന് വെക്ക്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വെടിവെച്ച് ഉള്ളിൽ ഇൻകൾക്കേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ കുറേ വട്ടം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ ഇങ്ങനെ ചൊല്ലിയാൽ അതിലൊരു ഇൻകൾക്കേഷൻ ഉള്ളിലേക്ക് വരുമെന്ന് പറയുന്നത് പോലെ. എന്തുകൊണ്ടാണ് നിസ്കാരത്തിന് ശേഷം നമ്മളോട് 33 വട്ടം, ഇതിന് 33 വട്ടം നല്ല മനസാന്നിധ്യത്തോടു കൂടി ചെല്ലാൻ പറയുന്നത്? അതിന്റെ ഒരു ഇൻകൾക്കേഷൻ ഉണ്ടാകാനാണ്. ആ ഇൻകൾക്കേഷൻ കളിയിലും ഉണ്ടാകും. ഒരു കുട്ടി കളിച്ച് ആളെ കൊന്ന് എന്ത് കളി വരെ കളിക്കണമെന്നറിയോ? വെടിവെക്കുക, കാറ് പൊക്കുക, എന്നിട്ട് കാർ എടുത്ത് പോവുക, അവിടെ ഒരു ബുഗാട്ടി ഉണ്ടാവും, അത് പൊക്കുക, എന്നിട്ട് അവിടെ ഒരു ഫെറാറി ഉണ്ടാവും, അതും പൊക്കുക, എന്നിട്ട് അപ്പുറത്ത് റോൾസ് റോയ്സ് ഉണ്ടാവും, അതും പൊക്കുക, പോണ വഴിക്ക് എല്ലാവരെയും കൊല്ലുക. ഇതാണ് ഈ പറയുന്ന സാധനങ്ങൾ. ഇങ്ങനെ കൊന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു കുട്ടിക്ക് ആളെ കൊല്ലൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. അഗ്രസീവ്നെസ് എന്നാണ് അതിന് പറയാം. അപ്പൊ ഉമ്മനോട് പോയിട്ട് ഉമ്മങ്ങളെ മൊബൈൽ കാട്ടി എന്റെ നെറ്റ് തീർന്നു എന്ന് പറഞ്ഞാൽ ഉമ്മ കൊടുക്കുന്നില്ല എങ്കിൽ ഉമ്മയെ കഠാര കൊണ്ട് കുത്താനേ കുട്ടിക്കൊരു മടി ഉണ്ടാകൂല. അതാ നമ്മൾ കണ്ടത്. 13 വയസ്സായ ഒരു കുട്ടി ഉമ്മനെ കഠാര കൊണ്ട് കുത്തിയത് മൊബൈൽ ചോദിച്ചിട്ട്. അതാണ് അഗ്രസീവ്നെസ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ ശ്രദ്ധിക്കലല്ലാതെ വേറെ വഴിയില്ല. സാറേ, എന്റെ കുട്ടി ഫുള്ള് മൊബൈൽ അഡിക്ഷൻ ആണ്, എന്താ ചെയ്യുക എന്ന. ഇനി ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ എന്തുണ്ടാവുക? ഉദാഹരണത്തിന് ഇൻഫാൻസി പീരീഡിൽ, ഇൻഫാന്റ് ആകുന്ന സമയത്ത്, അഥവാ 6 മാസത്തിന് മുമ്പേ കൊടുത്തു തുടങ്ങി, അഥവാ എണീറ്റിരിക്കണുള്ളൂ അപ്പോഴേക്കും തുടങ്ങി, അതങ്ങനെ പോയി ആ 2 വയസ്സ് വരെ നിങ്ങൾ കൊടുത്തത് ഈ ഇൻഫർമേഷൻ ആണെങ്കിൽ കുട്ടിക്ക് ഓട്ടിസം പോലുള്ള സാധനങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ടെന്ന്. ജന്മന വരുന്ന വൈകല്യം പിന്നീട് ഇതൊക്കെ ഉപയോഗിച്ചതിന്റെ പേരിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളുടെ കളികൾ നമ്മൾ ശ്രദ്ധിക്കണം. അവന്റെ ബുദ്ധിയെ ബാധിക്കുന്ന എല്ലാം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഞാൻ ആദ്യം പറഞ്ഞത് ഫിസിക്കൽ ഗ്രോത്ത് ആണ്, ഇപ്പൊ പറയുന്നത് ഇന്റലക്ച്വൽ ഗ്രോത്ത് ആണ്. ഒരു കുട്ടിയുടെ ബുദ്ധിപരമായ വളർച്ചയിൽ ഒരുപാട് താറുമാറുകൾ ഉണ്ടാകുന്ന രീതിയിലാണ്, തകരാറുകൾ ഉണ്ടാകുന്ന രീതിയിലാണ് ഇന്ന് രക്ഷിതാക്കൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം ഏതാണെന്നറിയോ? ഇമോഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ആളുകളുള്ള കരുണ, ദയ, മാതാപിതാക്കളുള്ള സ്നേഹം, ഇതെല്ലാം പഠിപ്പിക്കലാണ് ഇമോഷണൽ പാർട്ട്. അതും നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ്. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത്? വളരെ ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ അത്തരം സ്ഥലത്തേക്ക് ഒന്ന് കൊണ്ടുപോവുക. ഫോർ എക്സാമ്പിൾ ഇവിടെ എത്ര പേര് ഇവിടെ നിന്ന് ഇങ്ങനെ മുഴപ്പിലങ്ങാട് ഇവിടെ കൂടെ പോയിട്ട് ഇരുട്ടി കൂടെ കയറിയ വയനാട് എത്തിയില്ലേ അല്ലേ? നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഇരുട്ടി കൂടെ കയറിയാൽ എന്തായി? വയനാട് എത്തി. വയനാട്ടേക്ക് തലശ്ശേരി വയനാട് റോഡ് എന്നാണ് പിന്നെ ഏരിയനൊക്കെ പറയാ. തലശ്ശേരി വയനാട് റോഡ് എന്നാ പറയലെന്നെ. ആ തലശ്ശേരി റോഡിലൂടെ പോകുന്ന സമയത്ത് ആ കുന്നൊന്ന് കയറിയിട്ട് അവിടെ ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, കുറെ ആൾക്കാർ മരിച്ചു, കുറെ മയ്യത്ത് കാണാനില്ലാതായി, ഇതൊക്കെ ഉണ്ടായിട്ട് ആ സ്ഥലം പോയി കണ്ട ആൾക്കാർ, ഞാൻ ആണുങ്ങളോടല്ല, ആണുങ്ങൾ പോയിട്ടുണ്ടാവും, ദയവ് ചെയ്തിട്ട് കളവ് പറയില്ല. നിങ്ങൾ പിന്നെ ഇവരെന്ന് പറഞ്ഞാല് തലശ്ശേരിക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീസന്റ് ആൾക്കാരാണ്. അതുകൊണ്ട് ഒന്ന് പോയി കണ്ടവരൊന്ന് കൈപ്പൊക്കട്ടെ. മക്കളെയും കൂട്ടിയിട്ട് അവിടെ പോയി കണ്ടവര് പോയിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്താന്ന് വിചാരിക്കുക. ഊട്ടിക്ക് എത്ര വട്ടം പോയി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നെ അറിയില്ല എത്ര എണ്ണാണെന്ന്. കൊടൈക്കനാൽ, മൈസൂര്, ഇങ്ങനെ എല്ലായിടത്തും നിങ്ങൾ പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു ദുരന്തമുണ്ടാകുമ്പോ ആ സമയത്ത് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആളുകളൊന്ന് പോയി കണ്ടിട്ട് നമ്മുടെ കുട്ടികളെ ഒന്ന് അന്തിപ്പിച്ച് നിർത്താൻ നമുക്ക് പറ്റിയോ? ഇല്ല എങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇമോഷൻ നമ്മൾ കൊടുക്കുന്നില്ല. ഇപ്പൊ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, ഇവിടെ പിന്നെ അൽഫുൽ ഉലമ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അറബിക്കിന് പഠിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ PG അറബിക്കിന് പഠിക്കുന്ന കുട്ടികൾ. ഈ കുട്ടികൾ എന്തായാലും ഇത്തരം കുറെ വർക്കുകളൊക്കെ ചെയ്യുന്നവരാണ്. നിങ്ങൾ അവരുടെ രക്ഷിതാക്കളായാലും നമുക്ക് സന്തോഷമുണ്ട്. ആ കുട്ടികൾ അത്തരം സ്ഥലത്ത് പോയതുകൊണ്ട് ഈ കരുണ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവർക്കൊക്കെ പാലിയേറ്റീവ് നടത്തണമെന്ന് തോന്നുന്ന കുറെ രോഗികളെ കണ്ടതുകൊണ്ടാണ്. ഇവർക്ക് എന്തുകൊണ്ടാണ് കുറെ ആൾക്കാർക്ക് വീട് വെച്ചു കൊടുക്കണമെന്ന് തോന്നുന്നത്? അങ്ങനെ കണ്ടതുകൊണ്ടാണ്. അങ്ങനെ കാണുമ്പോഴേ അതാവും. ഇപ്പൊ നമ്മൾ ഫലസ്തീന്റെ വിഷയക്കണെ തോണ്ടിങ്ങനെ കളയാണ്, കാണാനേ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് അവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കാറില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇമോഷനിലേക്ക് നമ്മൾ എത്തിക്കലാണ്. കാരണം അവന് സ്നേഹം, ആദരം, ദയ, കാരുണ്യം, ദീനാനുകമ്പ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക്? അതിനെന്താ വേണ്ടേ? നിങ്ങൾ തമ്മിൽ, ഇവിടെയുള്ള രക്ഷിതാക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല.
മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ എന്തുണ്ടാവുകയെന്നറിയോ? ഈ പറയുന്ന അഗ്രസീവ്നെസ് കൂടും. കാരണം ഒരാളോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. ഉമ്മ വിചാരിക്കും എന്റെ കൂടെ ആയിരിക്കും മക്കളെന്ന്, വാപ്പ വിചാരിക്കും എന്റെ മക്കൾ കൂടെ ആയിരിക്കും. രണ്ടും വിചാരിക്കുന്നത് തെറ്റാണ്. രണ്ടാളെയും കൂടെ ഉണ്ടായാലും മക്കൾ നല്ല പോലെ ആവുള്ളൂ. അല്ലാതെ ഉമ്മനെ മാത്രം സ്നേഹിച്ച് കഴിയുന്ന ഒരു മകനായാൽ അഗ്രസീവ് ആവും. കാരണം അവർ പിന്നെ ആളുകളോടൊക്കെ മോശമായ പെരുമാറ്റം. വേറൊന്ന് ഡ്യൂപ്ലിക്കേഷൻ, കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താ കൊളാബറേഷൻ? മാതാവിന്റെ സ്വഭാവം എന്താണോ, പിതാവിന്റെ സ്വഭാവം എന്താണോ, അതാണ് കുട്ടികളിൽ ഉണ്ടാവുക. അതാണ് കൊളാബറേഷൻ. നിങ്ങളുടെ പ്രകൃതത്തോട് മക്കൾ കൊളാബറേറ്റ് ചെയ്ത് നിൽക്കും. കൊളാബറേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾ വഴക്ക് പറയുന്ന ഒരാളാണെങ്കിൽ മക്കളും വഴക്ക് പറയുന്ന ആളായിരിക്കും. അവൻ നിങ്ങൾ വീട്ടിലാണ് പറയുന്നതെങ്കിൽ അവൻ എന്ത് ചെയ്യും? സൈക്കോളജി പറയുന്ന അവൻ സൊസൈറ്റിയിൽ അത് പറയുന്ന, നിങ്ങൾ വീട്ടിൽ പറയുന്ന തെറികൾ അവൻ സൊസൈറ്റിയിൽ പോയി പറയും. അഥവാ അൽ വാലിദ് സിർറു അബീഹി എന്ന് പറയാം. അൽ വലദു സിർറു അബീഹി എന്നൊരു പ്രയോഗമുണ്ട്. അൽ വലദു സിർറു അബീഹി അഥവാ കുഞ്ഞ് ഒരു പിതാവിന്റെ രഹസ്യമാണ് എന്ന്. അഥവാ ഒരു പിതാവിൽ എന്തൊക്കെ രഹസ്യവശങ്ങളുണ്ടോ അതൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കും മോന് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് നല്ല രീതിയിൽ വർത്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായ വലിയ മൂല്യത്തിലേക്ക് ഇവരെ എത്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്ക് ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികളെ ഗെയിമിൽ നിന്നൊന്ന് മാറ്റി, ഈ മൊബൈലിന്റെ അഡിക്ഷനിൽ നിന്നൊന്ന് മാറ്റി നിങ്ങളുടെ പ്രകൃതം ഒന്ന് ശരിയാക്കിയാൽ പിന്നെ അവർക്ക് കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? നമ്പർ 1 എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. ആ എഡ്യൂക്കേഷൻ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും? ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരുടെ മക്കളിൽ എത്ര പേര് അഫ്ദലുമൊക്കെ പഠിക്കുന്ന രക്ഷിതാക്കളുണ്ട്? പിന്നെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ഒന്ന് കൈപൊക്കിയാട്ടെ. അഫ്ദലുമൊക്കെ പഠിക്കുന്ന ഡിഗ്രി, PG ഏതിനാവട്ടെ, ഡിഗ്രി PG ഏതൊക്കെ പഠിക്കുന്ന, ബികോമിന് പഠിക്കുന്ന ആൾക്കാരുടെ രക്ഷിതാക്കൾ ഒന്ന് കൈപൊക്കിയാട്ടെ. ബികോമിന് പഠിക്കുന്ന ആ കുറച്ച് ആൾക്കാരും. ബാക്കിയുള്ളതൊക്കെ ഏത് രക്ഷിതാക്കളാ? വേറെ കോഴ്സ്? അഫ്ദലുലമ കോഴ്സ് പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആണല്ലോ ഇരിക്കുന്നവർ കൂടുതൽ. അതന്നെയല്ലേ PG പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എന്ന് കൈവയ്ക്കട്ടെ. കുറെ ആൾക്കാർ അത് ബികോം ഈ കോഴ്സ് തന്നെ ഉള്ളൂ ഇവിടെ അല്ലേ? ചിലർക്ക് എന്താ പൊക്കാനൊരു മടി, ചിലരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് സംസാരം കേട്ട്. കൈപ്പൊക്കാം എന്ത് BEd ഉണ്ടോ? കേൾക്കുന്നില്ല. നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ആ നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഒന്ന് പൊക്കിയാട്ടെ. ഒരാൾ തന്നെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ജനറൽ ആയിട്ട് വന്ന ആളാണ്. ഇവിടെ നഴ്സിംഗ് ഇല്ലല്ലോ, എന്തായാലും ഇല്ലല്ലോ. ഇല്ല. ശരി, ഏത് രക്ഷിതാക്കളായാലും കേട്ടോളൂ. ഇപ്പൊ അറബിക്കിന് പഠിക്കുന്ന അറബിക് ഓപ്ഷൻ എടുത്തിട്ട്, അത് അഫ്ദലുലമാകട്ടെ, BA അറബിക് ആകട്ടെ, MA അറബിക് ആകട്ടെ, MA അഫ്ദലുലമാകട്ടെ, ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ആ രക്ഷിതാക്കളൊന്ന്, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ, അവർക്കാണല്ലോ നമ്മൾ കൂടുതലൊരു പ്രാമുഖ്യം. ആകത്ര ആൾക്കാരെ ഉള്ളൂ. ഓക്കെ, ഇതാത്തിക്കോ. ഇതാ നിങ്ങളോട് നിങ്ങളുടെ മക്കളെ പഠിക്കേണ്ടുന്ന ഏരിയ ഏതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പഠിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഏരിയകൾ ഏതൊക്കെയാണ്? ഈ കുട്ടികളുടെ ഏരിയ ഏതൊക്കെ? കുട്ടികളെ വിചാരം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചിട്ട് നേരെ ഒരു പള്ളിയിൽ പോയിട്ട് ഒരു ഖത്തീബായിട്ട് കഴിയാന്നുള്ളത്. മാഷാ അല്ലാഹ് നല്ലൊരു ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അത് മാത്രമല്ല, കുട്ടികളെ റിസർച്ചിലേക്ക് പറഞ്ഞേക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ ടോപ്പിക്കുകൾ തന്നെ ഇസ്ലാമിക് ലെവലിൽ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ഞാൻ മുസ്ലിം കുട്ടികളോട് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് പറയാം. എന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായി അങ്ങനെ പഠിപ്പിക്കുന്ന ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത മാർക്ക്ഫീൽഡ് യൂണിവേഴ്സിറ്റി UK. മാർക്ക്ഫീൽഡ് യൂണിവേഴ്സിറ്റി UKയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഫിനാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഇസ്ലാമിക് ഫിനാൻസ്. അതിൽ റിസർച്ച് ചെയ്യാൻ നമുക്ക് അവിടെ വേറെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക് തിയോളജി, ഇസ്ലാമിക് മാനേജ്മെന്റ്, അതേമാതിരി തന്നെ ബിസിനസ് സ്ട്രാറ്റജിക് ഇസ്ലാമിക് മാനേജ്മെന്റ്, ഇങ്ങനെ കുറെ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ലോകത്തിലെ വലിയ ഒരു സെന്റർ ആണ് സത്യത്തിൽ മാർക്ക്ഫീൽഡ് യൂണിവേഴ്സിറ്റി UK. അത് പല കുട്ടികൾക്കും അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, വെറുതെ കേട്ടത് വായിച്ച് പറയല്ല. അവിടെ ഒരുപാട് റിസർച്ച് സ്കോളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ പോയാൽ സെൻഹ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് പുറത്തിറങ്ങി സെൻഹയുടെ പാറ്റന്റ് വേണം, ഹലാലാണെന്ന പാറ്റന്റ് വേണം. സെൻഹ ഗ്രൂപ്പിനെ വാർത്തെടുക്കുന്ന കൂടുതലും സ്ഥലം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ്, ഈ പറയുന്ന മാർക്ക്ഫീൽഡ് യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, നിങ്ങൾക്ക് PhD ചെയ്തിട്ട് വേറെ വിധാനത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യാം. ഖത്തർ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എത്ര പേർക്ക് അറിയാം? കേൾക്കല്ല, അവിടെ ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്ന് പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത ഇതൊന്നും അറിയില്ല തോന്നുന്നുണ്ട്. ഖത്തറിലൊക്കെ പോയി വന്നിട്ടുണ്ടാവും. പക്ഷേ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ? ഉണ്ടാ? ഇല്ല, അവിടെ ഖത്തറിലുണ്ടായിട്ടുണ്ട്. ഖത്തർ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത പറയാം, ശ്രദ്ധിച്ച് കേട്ടോ.
ഖത്തറിന് ചില സ്ട്രാറ്റജി ഉണ്ട്. ഖത്തറിന്റെ സ്ട്രാറ്റജി പറയാം. ഒന്ന്, അവിടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി യൂറോപ്പിനെ വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയത് ഞാൻ പറഞ്ഞ കേൾക്കണ്ട, നിങ്ങൾ ഈ പറഞ്ഞ ChatGPT എന്താ വെച്ചാൽ പോയിട്ട് നോക്കിക്കോ. എന്ന് വെച്ചാൽ UK എന്ന് പറഞ്ഞ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഏകദേശം 65-70% അവിടുത്തെ ലാൻഡും ബിൽഡിങ്സും എല്ലാം ഖത്തറിന്റെ കീഴിലാണ്. ആരുടെ കീഴിലാണ്? ഞാൻ പറഞ്ഞത് ലണ്ടനെ കുറിച്ചിട്ടാണ്. ഏതിന്റെ കീഴിലാണ്? ഖത്തറിന്റെ കീഴിലാണ്. കാരണം അവർ എല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ UK എന്ന് പറയുന്ന അവിടുത്തെ പ്രിൻസസിനേക്കാളും അവിടുത്തെ പ്രോപ്പർട്ടീസ് ഉള്ളത്, അവിടുത്തെ രാജ്ഞിയേക്കാൾ, അവിടുത്തെ പ്രധാനമന്ത്രിയേക്കാൾ അവിടുത്തെ പ്രോപ്പർട്ടീസ് ഉള്ളത് ഖത്തർ ഷെയ്ഖിന്റെ കയ്യിലാണ്. ഇറ്റ്സ് എ ഫാക്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആരും അതിനെതിരെ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഞാൻ അവിടെ ഖത്താറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു. എന്ന് വെച്ചാൽ ദോഹ നഗരം പോലെ ലണ്ടനിൽ ഉണ്ടാക്കി വെച്ച ആധുനിക ലണ്ടൻ അത് ഖത്തറിൻ്റെതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ച് പറയാനല്ല. അപ്പൊ അവർക്ക് ലോകത്തിന്റെ വ്യത്യസ്ത പ്രതലങ്ങളിലേക്ക് ഇത്തരം ആളുകളെ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പൊ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് നടക്കുന്നുണ്ട്, പ്രൊജക്ട് അപ്ലിഫ്റ്റ്മെന്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിലേക്കൊക്കെ ആവശ്യം അറബിയും ഇംഗ്ലീഷും ഒരേപോലെ അറിയുന്ന ആൾക്കാരെയാണ്. നിങ്ങൾ ജസ്റ്റ് ഈ അഫ്ളൽ ഉലമ എന്ന് പറയുന്ന കോഴ്സിനെ അങ്ങനെ മാത്രം കാണാതെ ലോകത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള കുട്ടികളാണ് എന്ന് കൂടി നിങ്ങൾ വായിക്കണം. കാരണം അറബി പഠിച്ചാൽ എന്താണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. സത്യത്തില് ഞാൻ മലയാളം പഠിച്ച ഒരാളാണ്, അതുകൊണ്ട് പറയാണ്. മലയാളമായിരുന്നു എൻ്റെ ഇതായിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം എടുത്തത്. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് നല്ല ലാംഗ്വേജ് ആണ്, നല്ല ഉഷാറാണ്, നല്ല ഇൻഡെപ്തിൽ പഠിക്കേണ്ടതാണ്. പക്ഷേ വാളയാർ ചുരം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സാധനത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ മലയാളി ആയിക്കൊണ്ട് തന്നെ പറയാം. പക്ഷെ അറബി പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിനെ താഴ്ത്തി അതിനെ പൊക്കുകയല്ല, അറബി പഠിച്ചാൽ ചാൻസ് പരമായിട്ട് തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക്, എത്രയോ നൂറുകണക്കിന് രാജ്യങ്ങളിലേക്ക് അറബി സംസാരിക്കുന്ന രാജ്യങ്ങളുണ്ട്, അങ്ങോട്ട് പോകാവുന്നതാണ്. എൻ്റെ സുഹൃത്തുണ്ട് ഒരു ഹുദവികൾ ഏറ്റവും കേമൻ അദ്ദേഹമാണെന്നാണ് എൻ്റെ ഒരു വപ്പ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് എവിടെയെന്ന് അറിയാം? BBC-യിലാണ്. അഥവാ BBC-യിലെ ഇംഗ്ലീഷിന്റെ ഇതിനെ അറബിയിലേക്ക് തർജ്ജിമ ചെയ്ത് കൊടുക്കുന്നത് ഒരു ഹുദവിയാണ്. അപ്പൊ അറബിയിൽ അത്ര കഴിവും ഇംഗ്ലീഷിൽ അത്ര കഴിവുണ്ടായതുകൊണ്ട് BBC അവനെ പൊക്കിയിട്ടുള്ളത്. ഈ BBC-യിൽ ഒരു ട്രാൻസ്ലേറ്റർ ഒന്നും അല്ല ഉള്ളത്. അങ്ങനത്തെ ആയിരക്കണക്കിന് സ്റ്റാഫുകൾ അവിടേക്ക് ആവശ്യമുണ്ട്. അറബിയുടെ റേഞ്ച് ഒന്ന് വേറെയാണ്. ഞാൻ സ്റ്റേറ്റ് തലത്തിലുള്ള ഇവിടെ അറബിക്കിന്റെ കോൺഫറൻസിന് ഞാൻ പോകാറുണ്ട്. അന്ന് ഞാൻ ഇതൊക്കെ പറയാറുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു സമയം എല്ലാത്തോണ്ട് ഞാൻ അധികം പോകുന്നില്ല. കാരണം അറബിക് എന്ന് പറയുന്ന മീഡിയം അതാണ്. അഥവാ അത് ലോക തലത്തിലേക്ക്. നിങ്ങൾ അറിയോ, 1976-ലാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്പോക്കൺ അറബിക് തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ട് സ്പോക്കൺ അറബിക് സംസാരിക്കുന്ന കോഴ്സ് 1976-ലാണ് ഉണ്ടായത്. 1976-ലാണ് ഞാനും ജനിക്കുന്നത്. അതുകൊണ്ടുണ്ടായിന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് പറയാണ്. അപ്പൊ 976-ൽ ഗൾഫ് എന്ന് പറയുന്ന സ്ഥലം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന, 65-ൽ തുടങ്ങിയെങ്കിലും 76-ൽ ഇങ്ങനെ മറ്റേ പെട്രോളിയം ഒക്കെ കണ്ടെത്തി ടോപ്പ് റേഞ്ചിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ടോപ്പ് പൊസിഷനിലേക്ക് ഇരിക്കണമെങ്കിൽ ഇംഗ്ലീഷും അറബിയും ഒരേപോലെ പഠിച്ചിരിക്കണമെന്ന് ആദ്യം പഠിച്ച ആളുകൾ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് സ്പോക്കൺ അറബിക്ക് കോട്ടയം ടൗണിൽ തുടങ്ങുന്നത്. കാരണം കോട്ടയത്തെ ടൗണിലെ സ്പോക്കൺ അറബിക്ക് എന്ന് പഠിച്ചു പോയ ആളുകളാണ് അന്നത്തെ ജോസഫ് ഏട്ടനും അന്നത്തെ എന്താ പറയാ ഈ പറയുന്ന അങ്ങനെയുള്ള എല്ലാ പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരും അവിടെ പോയിട്ട് ഇസ്ഹാഖ് ഏട്ടനും ഒക്കെ അവിടെ പോയിട്ട് ഐസക് എന്ന് പറയുന്ന ഏട്ടനൊക്കെ അവിടെ പോയിട്ട് മനോഹരമാക്കിയത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താ? അറബിക് എന്ന് പറയുന്ന മീഡിയം അത്ര സ്ട്രോങ് ആണ് എന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ, റിസർച്ച് ചെയ്യാൻ അതിമനോഹരമായിട്ട് എത്താൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് അറബിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നതാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അവർ നിസ്കാരത്തിന്റെ സമയമായതുകൊണ്ട് ചില ആൾക്കാർ പോവാണ്. ഡെയിലി ജമാഅത്ത് സ്കെച്ച് ശീലമുള്ളവർ പോയി വന്നോട്ടെ, കുഴപ്പമില്ല, നമ്മൾ അതിനെ തകർക്കുന്നില്ല, അത് ചെയ്യാനും പാടില്ല. ഇവിടെ ഉള്ളവരൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അസ്രംസ്കരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്. അതുകൊണ്ട് അറബിക് കോഴ്സിനെ ഒരു ചെറുതായി കാണുന്നത്, ഞാനിപ്പോൾ ഒരു പ്രത്യേക പെർസ്പെക്ഷൻ പറയുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ പറ്റി പറയുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഷ എന്നതിനെ പറ്റിയൊന്നല്ല. അറബിക് എന്ന് പറയുന്ന ലാംഗ്വേജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അറബിക് ലാംഗ്വേജ് അത്ര ഡെപ്ത് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഇപ്പോഴും ഗൾഫ് നാടുകളിലേക്ക് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒട്ടുമിക്ക എന്റെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും ഹൈന്ദവ, എന്റെ ഒരു സുഹൃത്തുണ്ട് മനോജ് എന്ന് പറയും. അവന് വായ തുറന്നാൽ ഇങ്ങനെ മനോജ് എന്ന പേര്, അസ്സലാമു അലൈക്കും ഹബീബി അൻത എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയും. കൈഫൽ ഹാൽ അൻത എന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരലെന്നെ. മനോജ എന്നുള്ളത് നമ്മൾ മറന്നു പോകും. നമ്മളും പറയാം അൽഹംദുലില്ലാഹ് ഖൈർ ബിക്കുല്ലി ഖൈർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും ഫുൾ അറബിയ. കാരണം അവൻ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് അറബി പറയില്ല, നിവൃത്തിയില്ല. അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട് അറബി സംസാരിക്കുന്ന ഇഷ്ടം പോലെ
ഇഷ്ടം പോലെ ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. കാരണം അവിടെ ടോപ്പ് പൊസിഷനിലേക്ക് ഇരിക്കാൻ അത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ജിദ്ദയിലേക്കും അതേമാതിരി റിയാദിലേക്കും ഒക്കെ കയറുന്നവർ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് ഇറങ്ങുന്നു. അപ്പോൾ അത് പഠിക്കാൻ അവർ ഉപയോഗിക്കുന്ന സാധനം ഇതന്നെയാണ് കേട്ടോ. എല്ലാ സാധനപ്പത്തിലുണ്ട് എന്നുള്ളതാണ്. പണ്ട് മൊബൈൽ ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അതിൽ ടോർച്ച് ഉണ്ട്, അതിൽ എന്തുണ്ട്, പിന്നെ എഴുതേണ്ട പേന ഇനി ആവശ്യമില്ല, അതിൽ ഇതുണ്ട്, എഴുതാനുള്ള സാധനം ഉണ്ട്. അതേപോലെ തന്നെ അതിൽ ഇനി വേറെ ആവശ്യമില്ല. ഏതിൻ്റെ ആവശ്യമില്ല? നമ്മൾ ക്യാമറൻ്റെ ആവശ്യം വേറെ. പണ്ടൊക്കെ യാഷിക്ക ക്യാമറയിട്ട് ഇങ്ങനെ നടക്കലായിരുന്നു, അതിൻ്റെ ആവശ്യമില്ല. ക്യാമറ അതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലുണ്ടായിരുന്നു. ഇതിൽ ഇപ്പം അത് മാറിയിട്ട് മനുഷ്യന്റെ ഈച്ച് ആൻഡ് എവറി നൂക്ക് ആൻഡ് കോർണറിൽ എന്തൊക്കെ വേണോ ആ സാധനങ്ങളൊക്കെയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പോസിറ്റീവായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ബാബാദ ഞങ്ങൾ വിളിക്കാം. ഓൺലൈനിൽ ആയിരക്കണക്കിന് ആളുകളെ ഹിഫ്ദ് പഠിപ്പിക്കുന്നുണ്ട് ഈ മൊബൈലിലൂടെ. എന്നിട്ട് എന്നാണ് ഞാൻ അതിന്റെ പരിപാടിക്ക് പോയി, 69 വയസ്സുള്ള ഒരു സ്ത്രീ, 69 വയസ്സുള്ള ഒരു സ്ത്രീ ഹാഫിളത്തായിട്ട് വന്നിരിക്കാൻ ഈ ഓൺലൈനിലൂടെ ഹിഫ്ദ് പഠിച്ചിട്ട് ഈ ബാബ പഠിപ്പിച്ചു കൊടുത്തിട്ട്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പ്ലാറ്റ്ഫോം, അതേപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി പ്രത്യേക പ്ലാറ്റ്ഫോം, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അവൻ മൊബൈലായിട്ട് ഇരിക്കണം. അവരിവരാരും കണ്ടിട്ടൊന്നുമില്ല. ഇത്രയും ആൾക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ അറിയണം. എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്. എന്നാളൊരു ലേഡി എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നടുത്ത ക്ലാസ് എടുക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു 1,10,000 ആളുകൾക്കാണ് ഒരു ദിവസം ഫിസിക്സ് ക്ലാസ് ആ കുട്ടി എടുക്കുന്നത്. ഒരു ദിവസം വ്യത്യസ്ത ബാച്ചുകളായിട്ട്. അപ്പൊ എത്ര പൈസ ആയിരിക്കും കിട്ടുന്നത്? ഇതൊക്കെ മൊബൈൽ തന്നെയാണ്. ഈ മൊബൈലിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട്. ഇനി പെണ്ണുങ്ങൾക്ക് ജോലി ഇല്ല എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ വന്ന് വിവാദം പറയല്ലോ കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവും, അങ്ങനത്തെ വീടൊക്കെ ഉണ്ടാവുമല്ലോ. ഭാര്യയ്ക്കും കൂടി ജോലി ഉണ്ടായാലേ വീട് മുന്നോട്ട് പോവുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈലിലൂടെ ഇരുന്നിട്ട് ജോലി ചെയ്യാവുന്നതാണ്. ഒരു കമ്പനി നിങ്ങൾക്ക് തരലാകെ 3 മണിക്കൂർ നേരത്തെ ജോലിയാണ്. ആ 3 മണിക്കൂർ നേരത്തെ ഒരു ടാസ്ക് നിങ്ങൾക്ക് തരും. ആ ടാസ്ക് ഫിനിഷ് ആയാൽ മാസത്തിൽ, എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, മാസത്തിൽ 60,000 രൂപ അപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആകെ അടുക്കളപ്പണിന്റെ ഇടയിൽ 2 മണിക്കൂർ മാറി ഇരുന്നിട്ട് ഫുള്ള് പണി കോഡിങ്ങിന്റെ പരിപാടിയാണ്. അപ്പൊ ഇത്തരം കമ്പനികളൊക്കെ അങ്ങനെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ, പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വളർച്ചയും അതോടൊപ്പം നമ്മുടെ വളർച്ചയും. ഇപ്പൊ നമ്മുടെ കുട്ടികളെ പോറ്റാൻ നമുക്ക് കഴിയണില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമ്മൾ വിഡോയാകാം, നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ പാരന്റിങ്ങിന്റെ ഭാഗമാണ് നിങ്ങൾ നല്ലൊരു സ്കില്ല് നേടുക, എന്നിട്ട് നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുക. ഇവിടെ ഇരുന്നിട്ട്, ഇവിടെ നിങ്ങളുടെ ഈ തലശ്ശേരി മാഹിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ജർമ്മൻ കമ്പനിയുടെ ജോലി ചെയ്യാം. അവരെ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അവരാരും നിങ്ങളെ കോളിൽ വിളിക്കൂല. അവർ ചില കാര്യങ്ങൾ പറഞ്ഞുതരും, അതിങ്ങനെ കോഡായിട്ട് എഴുതി കൊടുക്കുക. ചിലപ്പോൾ ഫാർമയായിരിക്കും, ഫാർമയിലേക്കുള്ള പേരുകൾ അടിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ എനിക്കറിയാം. നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് പല കമ്പനിയിലേക്കും കയറിയ കുട്ടികളുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള മുഴുവൻ കപ്പാസിറ്റിയും ഉള്ള ഒരു മൊബൈലിലെ ദയവ് ചെയ്തിട്ട് നിങ്ങളും അഡിക്ഷനാക്കി മാറ്റല്ലേ. നിങ്ങളും വെറുതെ ഇങ്ങനെ തോണ്ടിരിക്കുക. എന്നിട്ട് ഏതോ ഒരു പാട്ടുകാരൻ ഇറങ്ങിയിട്ടുണ്ട്, അവൻ വരുമ്പോഴേക്ക് അവന്റെ പിന്നാലെ കുറെ ആൾക്കാർ. അങ്ങനെ എത്ര പാട്ടുകാർ കഴിഞ്ഞു പോയി, എത്ര ആൾക്കാർ കഴിഞ്ഞു പോയി. ഏതെങ്കിലും ഒരാൾ പാടുമ്പോഴേക്ക് അവൻ ഭയങ്കര ടോപ്പാണ്. എന്നിട്ട് അവനൊന്ന് വരുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ ഒരു 4 ലക്ഷം ആൾക്കാർ, റോഡ് ബ്ലോക്ക് ആവല്. എന്താ എല്ലാവരും പാടുന്നത് പാട്ട് തന്നെയല്ലേ? കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും മനോഹരമായി ആർക്കും പാടാൻ പറ്റാത്ത പാട്ട് പാടിയത് യേശുദാസിനെ പോലെയുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടാൽ അത്രമാത്രം ഒന്നും ചിലപ്പോൾ ചിലർക്കൊന്നും പാടാൻ പറ്റിക്കൊള്ളുന്നത്. ശ്വാസം പിടിക്കാതെ അദ്ദേഹം പാടിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ പിന്നാലെ എല്ലാവരും ഇങ്ങനെ ഓടിയിട്ടുണ്ടോ? യേശുദാസിന്റെ പിന്നാലെ എല്ലാ ആളുകളും കൂടി ഓടി നടന്നിട്ടുണ്ട്? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഗായകനെ കാണുമ്പോഴേക്ക് ഞാൻ അതിന്റെ റേറ്റിംഗ് നോക്കുമ്പോൾ, ഈ റേറ്റിംഗ് നോക്കാൻ നമുക്ക് പറ്റുമല്ലോ, 99% പെണ്ണുങ്ങളാണ്. ഇവരൊക്കെ പിന്നാലെ കൂടി. കാരണം നമ്മൾ ഫോക്കസ്ഡ് അല്ല. പാടുന്നവർ പാടട്ടെ. ഇപ്പൊ ഹനാൻ നല്ല പാട്ടുകാരനായിരിക്കാം, അദ്ദേഹത്തിന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയിട്ട് ജീവിതം കളയേണ്ടവരല്ല നമ്മൾ. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ ജൈത്രയാത്രകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ വളർത്തേണ്ട മൂല്യവത്തായ പ്രോഗ്രാമുകളുണ്ട്. ആ പ്രോഗ്രാമിലൂടെ കടന്നു പോകാം. ഇപ്പൊ ഈ സ്ഥാപനം ഉദാഹരണത്തിന് ഇതിന്റെ പേര് തന്നെ ദാറുൽ ഇർഷാദ് എന്നാണ്. എന്താ ഇർഷാദ്? വഴികാട്ടിയാണ്. നമ്മളെ ഗൈഡ് ചെയ്യുന്ന സ്ഥാപനം എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ വഴികാട്ടിയായ ഒരു സ്ഥാപനം, അഥവാ ഇർഷാദിന്റെ മർത്തബയിലേക്ക് കയറുന്ന മനുഷ്യരെ വലം തജിദ് ലഹു വലിയ മുർഷിദ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മുർഷിദ്, വഴികാട്ടി എന്ന് പറയുന്ന പ്രയോഗമുണ്ടല്ലോ, അതാണ് ഇർഷാദ്. ആളുകളെ നേരായ മാർഗത്തിലേക്ക് മാർഗം കാണിക്കുന്നവനെയാണ് ഇർഷാദ് എന്ന പേര് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലെ യഥാർത്ഥമായിട്ടുള്ള പാരന്റായ നമുക്ക് ചില ലക്ഷണങ്ങളുണ്ട്, ചില രീതിയിലുള്ള യാത്രകളുണ്ട്. അത് ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് ജാതിക്കാർക്കും ഉണ്ടാകും അവരുടേതായ മൂല്യങ്ങൾ. ഉണ്ടാകുമല്ലേ? നിങ്ങൾ പറ.
ഏത് ഹൈന്ദവരായ ആൾക്കാർക്ക് ഇല്ലേ അവരുടെ മൂല്യങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ ഇന്ന് ആകെ എന്താ ചെയ്യേണ്ടത് നമുക്കറിഞ്ഞുകൂടാ. പണ്ട് ഈ ഫുട്ബോൾ കളിക്കാനൊക്കെ ഞങ്ങൾ പോകുമ്പോൾ പാടത്തേക്കാ പോകും. അന്നൊന്നും ടർഫില്ലല്ലോ, ടർഫൊക്കെ അടുത്ത കാലത്തല്ലേ വന്നത്. പാടം അപ്പുറത്ത് പാടം, അതിന്റെ കണ്ടം എന്ന് പറയുന്നത് ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരാളായിരിക്കും, അപ്പുറത്തത് അതിന്റെ നടുക്കൊരു വരമ്പുണ്ട്. നിങ്ങൾ വരമ്പ് തന്നെയല്ലേ പറയാ അതിന്, അല്ലേ? വരമ്പ് തന്നെയല്ലേ പറയാ. ഈ വരമ്പ് പൊട്ടിക്കാൻ സമ്മതിക്കൂല. എന്തുകൊണ്ടാണ് പൊട്ടിക്കാൻ സമ്മതിക്കാത്തത്? കാരണം അളവ് പിന്നെ അളവേറെ കൊണ്ടുവന്ന് അളക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിന്റെ മുകളിലൂടെ പന്ത് തട്ടിയിട്ട് ഞങ്ങൾ കേരള പലപ്പോഴും ആ വരമ്പ് തട്ടിയിട്ട് പന്ത് ഇങ്ങോട്ടെ വന്നിട്ട് ഒരുപാട് ഗോൾ നമ്മൾ മിസ്സായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കാറുണ്ട്. പക്ഷേ അത് പൊട്ടിക്കാൻ സമ്മതിക്കൂല. എന്താ കാര്യം? ഒരു കണ്ടം വേറെ ഒരാളുടേതാണ്, ഈ കണ്ടം വേറെ ഒരാളുടേതാണ്. അതുകൊണ്ട് ഒരിക്കലും അത് പൊട്ടിക്കാൻ സമ്മതിക്കില്ല. ഇതേപോലെ തന്നെ വാല്യൂസിന്റെ ഒരു കണ്ടം അപ്പുറത്തുണ്ട്, വാല്യൂസ് ഇല്ലാത്തതിന്റെ ഒരു കണ്ടം ഇപ്പുറത്തുണ്ട്. എന്താണ്? ഇവിടെ ഒരു പറമ്പുണ്ട്, അവിടെ ഒരു പറമ്പുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള മതിൽക്കെട്ടുകൾ തറക്കാൻ സമ്മതിക്കരുത്. ഹറാമിന്റെയും ഹലാലിന്റെയും ഒരു രസകരമായ മതിലുണ്ട്. ഹറാമും ഹലാലും കൂടിച്ചേരുന്ന രീതിയിൽ അതിനെ മുഴുവൻ തകർത്തെറിയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന്റെ യശസ്സായ ഒരു പാരന്റായി ഇവിടെ എല്ലാവരും ഉണ്ടാകണം. ഇവിടെ ഉദാഹരണത്തിന് ഹൈന്ദവരായ സഹോദരിമാരുണ്ടാകാം, ക്രിസ്ത്യൻ സഹോദരിമാർ മേ ബി ഉണ്ടാകാം. അവർക്കൊക്കെ അവിടെ മക്കൾ മൂല്യത്തിലൂടെ വളരണമെന്ന് വളരെ അധികം ആഗ്രഹമുണ്ട്. ഓസ്ട്രേലിയയിൽ ഒരു സ്ട്രീറ്റിലൂടെ പോവാണ്. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം താമസിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. അവിടെ കൂടെ ഇങ്ങനെ പോവാണ്. ഞാൻ ഇ ടി മുഹമ്മദ് ബഷീർ സാബുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോയാൽ എങ്ങോട്ടാ എത്തുകയെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എക്സസൈസ് ചെയ്യാൻ, ഇതാണ് പാൻറ്റും കുപ്പായിട്ട് ഓടിയ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, പിന്നെ അവിടെ എങ്ങനെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് യുവർ വേ, ഇത് നിങ്ങളുടെ വഴിയല്ല എന്ന് പറഞ്ഞു. നമ്മുടെ വേഷം കണ്ടിട്ട് പറയുന്നത് നിങ്ങളുടെ വഴിയല്ല എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ അതെന്ത് ഞങ്ങളുടെ വഴിയല്ലാത്തത്? there is 2 bars and 3 pubs. അവിടെ ക്ലബ്ബുകളും പബ്ബുകളുണ്ട്, അവിടെ ബാറുകളുണ്ട്. അങ്ങോട്ട് മുസ്ലിം സഹോദരങ്ങൾ പോവാറില്ല എന്ന് പറഞ്ഞു തരുന്നത് ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്. നിങ്ങൾ അറിയണം, ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ എങ്ങനെ മൂല്യമുള്ളവർ ജീവിക്കണം, ഇങ്ങനെ മൂല്യമില്ലാത്തവർ ജീവിക്കണം എന്നൊക്കെ അവർക്ക് വരെ ഒരു ഫോം ഉണ്ട്, അവർക്ക് ഒരു രീതിശാസ്ത്രമുണ്ട്. നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോകുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കുക. ഞാൻ പരസ്യമായിട്ടല്ലേ പറഞ്ഞത്, ക്യാമറകൾ പകർത്തല്ലേ. അവിടെ പോകുന്നവരോട് ചോദിച്ചു നോക്കിയാട്ടെ, അവിടെ നല്ല മൂല്യമുള്ള ആളുകളെയാണ് ടാക്സി ഡ്രൈവർമാരായിട്ട് വിളിക്കുക. കാരണം ഈ പോണ ആളെ മാനം നഷ്ടപ്പെടാതെ, പേഴ്സ് നഷ്ടപ്പെടാതെ, കാർഡുകൾ നഷ്ടപ്പെടാതെ വീട്ടിൽ ആ കുട്ടിയെ എത്തിക്കണമെന്ന് ആർക്കെങ്കിലും ബോധമുണ്ടെങ്കിൽ അവർ വിളിക്കൊരു വാല്യൂസിന്റെ ഡ്രൈവേഴ്സിനെയാണ്, വെറും ഡ്രൈവേഴ്സിനെയല്ല, വാല്യൂസ് ഉള്ള. അപ്പൊ നിങ്ങൾ ക്യാബ് പോലുള്ളത് ഉണ്ടാവൂലേ, ഡ്രൈവർമാർ നന്നാവൂലേ? അവിടെ ഇതേപോലെ കുറെ ഏരിയകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഏരിയയിലേക്ക് പോകാതിരിക്കാൻ അത്തരം ആളുകളെ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ വാല്യൂസ് എന്താണ്? ഈ ഇരിക്കുന്ന ആളുകളുടെ വാല്യൂസ് എന്താണ്? നമ്മുടെ മക്കളെ യഥാർത്ഥമായ ഒരു ഹിദായത്തിലൂടെ വളർത്തുക എന്നത് നമ്മുടെ ഒരു വലിയൊരു വാല്യൂസ് ആണ്. നമ്മൾ രക്ഷിതാക്കളാണല്ലോ. നമ്മുടെ കുട്ടികൾക്ക് ഈ പറയുന്ന ഫിസിക്കലും ഈ പറയുന്ന ഇന്റലക്ച്വലും ഈ പറയുന്ന ഇമോഷനും കൊടുത്താൽ അതിനെ മുകളിൽ നിൽക്കുന്നത് സ്പിരിച്വാലിറ്റിയാണ്, ആത്മഭാവമാണ്. അവർ ആ ഒരു ലോകത്തിലേക്ക് എത്തിക്കണം. ഇപ്പൊ നമ്മുടെ കുട്ടികളെ ആ ഒരു സ്പിരിച്വൽ കണ്ടന്റിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില പ്രവൃത്തികളുണ്ട്. അവിടെ നമ്മൾ കളവ് പറയുന്നവരാകരുത്, നമ്മൾ എത്തിക്സ് ഉള്ളവരായിരിക്കണം. നമ്മുടെ കുട്ടികളെ ഉപദേശിക്കലൊന്നും നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നും ആകരുത്. നമ്മുടെ കുട്ടികളുടെ മൊബൈലുകൾ അധികം കാണരുത് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിൽ 18 മണിക്കൂർ മൊബൈൽ കാണുന്ന ഒരു പാരന്റ് നമ്മൾ മാറരുത്. കാരണം കുട്ടികൾ പഠിക്കുന്ന സമയം ഉണ്ടാകും. ആ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 7 മണി മുതൽ രാത്രി 10 മണി വരെ ആയിരിക്കും. ആ 3 മണിക്കൂർ നമ്മൾ മൊബൈൽ തൊടില്ല എന്നുള്ള സാക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. കാരണം കുട്ടികൾ എന്തായാലും ഇവിടെ നിന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധ മുഴുവനും ഉമ്മാന്റെ മൊബൈലിലായിരിക്കും. ഉമ്മപ്പ് എന്തായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഉമ്മപ്പ് ഏത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ കുട്ടികളെ കൂടെ ഇങ്ങനെ ഇരുന്നൊടിക്കും. ഈ പറയുന്ന ഇന്നവ അഹവാത്തുയും കാനവ അഹവാത്തുയും ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി ഇരുന്നുകൂടെ? അതുകൊണ്ട് കുട്ടികളുടെ കൂടെ ഒരു 3 മണിക്കൂറൊക്കെ ഒന്ന് കളിച്ചും ചിരിച്ചും പഠിക്കാനൊക്കെ ഇരുന്ന്, അല്ലെങ്കിൽ അവർക്കൊന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് നമ്മൾ ആ സമയത്ത് ഇത് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് വരുത്ത്. അല്ലാതെ പോലെ ജീവിക്കുന്നവരായി നമ്മൾ മാറണം. ഉദാഹരണത്തിന് ഖുർആൻ പറയുന്ന ഹ്യൂമൻ സൈക്കോളജിയുടെ 4-5 തട്ടുകളുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യത്തിലേക്ക് വരികയാണ്. അതിൽ ആദ്യം പറയുന്നത് ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ എന്നാണ്. തീർച്ചയായും ദുനിയാവിലെ ജീവിതം ലഅബുൻ, അതൊരു കളിയാണ്. ആദ്യം പറഞ്ഞത് കളിയെ കുറിച്ചിട്ടാണ്. പിന്നെ പറഞ്ഞത് വലഹുൻ, അത് അമ്യൂസ്മെന്റ് ആണ്, എന്താ വിനോദമാണ്. അപ്പൊ രണ്ടാമത് പറഞ്ഞത് വിനോദം. പിന്നെ പറഞ്ഞു എന്ത് വസീന, ഭംഗി, ബ്യൂട്ടി, അതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹുൻ വസീനത്തുൻ, ഇതാ പറഞ്ഞത് 3 പിന്നെ പറഞ്ഞത് വതഫാഖുറും ബൈനകും, പിന്നെയോ വതകാസുറും ബിൽ അംവാലി വൽ ഔലാദ്. ഈ 5 കാര്യം പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം?
നമ്മളിപ്പോൾ കുട്ടികൾ, ഈ ചെറിയ മക്കൾ ഈ പ്രായത്തിൽ എന്തായാലും കളിക്കും, കളിയാണ് അവർക്ക് രീതി. അത് കഴിഞ്ഞാൽ പിന്നെ വിനോദം. മൊബൈലിൽ കളിക്കൽ കളിയല്ല കേട്ടോ, ഇതിന് ഗെയിം എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അമ്യൂസ്മെന്റ്. കളിക്കുമ്പോൾ ഒരു ഗുണം വേണം, ശരീരം ഇളകണം, വിയർക്കണം, ഇതൊക്കെയാണ് കളി എന്ന് പറയുന്നത്. പിന്നെ ഇന്റലക്ച്വൽ ഗെയിമാണ് പിന്നെ ഏതുപോലെ ചെസ് പോലുള്ളത്, അതിനെന്ത് വേണം? ഇന്റലക്ച്വലി ഒരു ഗ്രോത്ത് വേണം. ഇത് രണ്ടും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് തട്ടല് അമ്യൂസ്മെന്റ് ആണ്. അമ്യൂസ്മെന്റ് അഥവാ വിനോദമാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞത് ആദ്യം കളി, പ്രായം കുറച്ച് കൂടിയാൽ അഥവാ 4-5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അമ്യൂസ്മെന്റ് അഥവാ വിനോദത്തിലേക്ക് കടന്നു. പിന്നെ വസീന, നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ തലശ്ശേരി കുട്ടികളായാലും കാസർഗോഡ് കുട്ടികളായാലും മലപ്പുറത്തെ കുട്ടികളായാലും മുടി ഇങ്ങനാക്കി അങ്ങനാക്കി ഇങ്ങനാക്കി ഉഷാറാക്കി മൊഞ്ചായിട്ട് നടക്കണം. കാരണം 3ാമത്തെ സ്റ്റേജിലേക്ക് കയറി. ലൈബും കഴിഞ്ഞ് ലഹുവും കഴിഞ്ഞിട്ട് ഏതിലേക്ക് എത്തി? വസീന, ഭംഗിയിലേക്ക് എത്തി. ബ്യൂട്ടിയാണ് പിന്നെ അവരുടെ ഇത്. കാരണം ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ നല്ല ബ്യൂട്ടിയിൽ നടക്കണമൊക്കെ ശരി തന്നെ. പിന്നെ വതഫാഖുറും ബൈനക്കും, പരസ്പരം പെരുമ നടിച്ച കഴിയലായി. പെരുമ നടിക്കുക, എൻ്റെ മോൻ ഡോക്ടറാണ്, നിന്റെ മോൻ അതല്ലേ, നിന്റെ മോൻ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പെരുമ നടിക്കുക. എനിക്ക് അത്ര വലിയ വീടുണ്ട്, എനിക്ക് ഇത്ര വലിയ കാറുണ്ട്, ഞാൻ ബെൻസിലാണ് അല്ലെങ്കിൽ മറ്റതിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വയം പെരുമ നടിച്ച് കഴിയുക. ഇത് 4ാമത്തെ ഗ്രേഡാണ്. അപ്പോഴേക്കും മനുഷ്യന് 30, 35, 40 വയസ്സായി. പിന്നെ പറഞ്ഞത് എന്താ? അഥവാ സമ്പത്തിനെ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അഥവാ സമ്പത്ത് ഇങ്ങനെ അധികരിപ്പിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കച്ചവടമാണെങ്കിൽ 2 എണ്ണം, അങ്ങനെ. ഇപ്പൊ യൂസഫ് അലിക്കന്റെ ചിന്ത എന്തായിരിക്കും? അദ്ദേഹം നല്ല മനുഷ്യനാണ് കേട്ടോ, ഞാനത് പറയല്ല. അദ്ദേഹത്തിന്റെ ചിന്ത എന്തായിരിക്കും? ഇപ്പൊ കേരളത്തിലെ നമ്പർ 1 ആണ്, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ 10-ലെത്തണം. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ 10-ലെത്തിയ പിന്നത്തെ ചിന്ത എന്താണ്? ഇന്ത്യയിലെ നമ്പർ 1 അഥവാ അദാനിയെയും അംബാനിയെയും കടത്തി വെട്ടിയിട്ട് പോകണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നത്തെ ചിന്ത എന്താ? ഇപ്പൊ അദാനിന്റെയും അംബാനിന്റെയും ചിന്ത എന്താ? ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 ആളുകൾ ഞങ്ങൾ ആകണം. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ അതിലേറ്റവും ടോപ്പ് ബിൽഗേറ്റ്സിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരെയും ഇപ്പത്തെ ആണെങ്കിൽ ഇവരൊക്കെ പിന്തള്ളിയിട്ട് എങ്ങോട്ടെത്തണം? നമുക്ക് 1ാം സ്ഥാനത്തേക്ക് എത്തിക്കണം. ഇങ്ങനെ മനുഷ്യൻ അധികരിച്ച് പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു ചിന്താഗതി നമുക്കുമുണ്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തൂല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യം ഇത് അധികരിപ്പിക്കലല്ല, നമ്മുടെ സമ്പത്ത് അധികരിപ്പിക്കലല്ല, മറ്റുള്ള കാര്യങ്ങൾ അധികരിപ്പിക്കലല്ല. പകരം നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയോ? നല്ല ഒരു ലക്ഷ്യത്തിലേക്കുള്ള ജൈത്രയാത്രയിൽ മരിക്കുന്നതിന് മുമ്പേ നമുക്കൊരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ആ ചെയ്തു തീർക്കൽ എന്തൊക്കെയുണ്ടെന്നറിയോ? എൻ്റെ മോന് വേണ്ടി ഇന്നതൊക്കെ ഞാൻ ചെയ്യേണ്ടതുണ്ട്, ഈ സമൂഹത്തിന് വേണ്ടി ഇന്നതൊക്കെ ഞാൻ ചെയ്യേണ്ടതുണ്ട്, എൻ്റെ മതത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിനെ സംതൃപ്തിപ്പെടുത്താൻ ഇന്നതൊക്കെ ചെയ്യേണ്ടതുണ്ട്. എല്ലാം അവനെ സംതൃപ്തിപ്പെടുത്താൻ തന്നെയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഗോൾ സെറ്റിംഗ് നമുക്കുണ്ടാകണം. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് നമുക്കുണ്ടാകണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കുട്ടി ഇപ്പോ 10 വയസ്സുള്ള കുട്ടിയെന്ന് വിചാരിക്കൂ. ആ കുട്ടി 10 വർഷം കഴിഞ്ഞാൽ എവിടെ എത്തണമെന്ന് ഇന്ന് ലക്ഷ്യം വെക്കണം. സാമ്പത്തികപരമായി എവിടെ എത്തണം എന്നുള്ളതല്ല, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, അവന്റെ ഇമോഷണൽ കപ്പാസിറ്റി, ഇതൊക്കെ എവിടെ എത്തണമെന്നൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ കൃത്യമായൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്ന രക്ഷിതാക്കളായി നമ്മൾ മാറണമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ അറബിക്കിന്റെ കോഴ്സ് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവരുടെ റിസർച്ച്, ഇവിടെ PhD കഴിഞ്ഞ കുറെ കുട്ടികളെ നമ്മൾ കണ്ടു, അധ്യാപകരായിട്ടുള്ള ആളുകളെ. ആ PhDയിലേക്ക് ഇവരെ എത്തിക്കാൻ പറ്റുമോ എന്നതാണ്, ലോക രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നതാണ്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ അറബിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഖുർആൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹദീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതേമാതിരി തന്നെ സെമിറ്റിക് മതങ്ങളെ കുറിച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പഠനങ്ങളുണ്ട്. വ്യത്യസ്ത മതങ്ങളെ കുറിച്ച് ഇന്റർ റിലീജിയസ് ആയിട്ടുള്ള കോൺഫറൻസുകളുണ്ട്. അതിലൊക്കെ നമ്മുടെ കുട്ടികളെ എങ്ങനെയൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റും? എല്ലാ മതക്കാരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് അതിമനോഹരമായി വർഗീയതയില്ലാതെ നമ്മുടെ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മുടെ വാല്യൂസ് അനുസരിച്ച് പോകുന്നതോടൊപ്പം തന്നെ അപ്പുറത്തുള്ള ജോസഫേട്ടനെയും ഇപ്പുറത്തുള്ള കുമാരേട്ടനെയും എല്ലാവരെയും തോളോട് തോളുരമ്മിക്കൊണ്ട് എന്റെ മകൻ അബൂബക്കർ അല്ലെങ്കിൽ എന്റെ മകൻ മെഹബൂബ് എത്ര മനോഹരമായി പോകും. അവിടെ രാഷ്ട്രീയക്കാരുടെ കൂത്താട്ടങ്ങൾക്ക് നമ്മൾ ഒരിക്കലും നിന്നു കൊടുക്കുകയില്ല. രാഷ്ട്രീയം നമുക്കൊക്കെ ഉണ്ടാകും, അവരുടേതായ എന്തെങ്കിലും തോന്നിയ പോലുള്ള ജീവിതത്തിന് ഞാൻ നിന്നു കൊടുക്കുകയില്ല. ഇതൊക്കെയായിരിക്കണം നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. 1ാമത്തെ കാര്യം, നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങളെ കുറിച്ചിട്ടും ഒരു ലക്ഷ്യം എഴുതി വെക്കലാണ്. അത് മക്കളെയും കൂടി കൂട്ടിയിട്ടാവണം. കാരണം ഡിഗ്രിയും PGയും കഴിഞ്ഞവർക്ക് അവരുടേതായ ലക്ഷ്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് അങ്ങനെ എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ പൊയ്ക്കൂടടാ മോനെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം. 2ാമത്തത്, അതിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു അന്തരീക്ഷമാണ്, സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണ്. നമ്മുടെയൊക്കെ പ്രദേശത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ആരാണ് ഡൊമൈൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഭർത്താവാണോ ഡൊമൈൻ ചെയ്യേണ്ടത്, ഭാര്യയാണോ ഡൊമൈൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഭാര്യമാർക്ക് തോന്നുകയാണ് എനിക്കെന്താ ഇപ്പൊ കുറവ്, ഞാൻ പറഞ്ഞത് ഭർത്താവ് കേൾക്കണമെന്നാണ്. ഭർത്താക്കന്മാർ വിചാരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് ഭാര്യ കേൾക്കണം എന്നുള്ളതാണ്. സത്യത്തിൽ രണ്ടും സെയിമാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് ഒന്നിച്ചൊരു തീരുമാനമാണ് എടുക്കേണ്ടത്. അല്ലാതെ ആർക്കും ആരെയും താഴെയല്ല, ആരും ആരുടെയും മുകളിലുമല്ല. രണ്ടും സൗജ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇണയെപ്പോലെയാണ്, ഇണയും തുണയുമാണ് എന്നാണ്. ആ ഒരു രീതി വീട്ടിൽ കണ്ടാൽ കുട്ടികൾക്ക് വലിയൊരു ഇഷ്ടമാണ്. ഇത് ഉപ്പയുടെ ഒരു രീതി, ഐഡിയോളജി വേറൊന്ന്, ഉമ്മയുടെ ഐഡിയോളജി വേറൊന്ന്. പിന്നെ തന്നെ പോയില്ലേ, രണ്ട് പ്രസ്ഥാനായാൽ തന്നെ പോകുന്ന എൻ്റെ ഒരു അഭിപ്രായം. ഒരാൾ പക്കാ സലഫി ഫാമിലി, ഒരാൾ പക്കാ സുന്നി ഫാമിലി, തല്ലോട് തല്ലായിരിക്കും ഡെയിലി. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞങ്ങളെങ്ങനെ കല്യാണം കഴിച്ചില്ല എന്നൊക്കെ വിചാരിക്കും. അവിടെ എന്താ ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു പോക്ക്, അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഒരു പോക്ക്. ദയവ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കുട്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്താതിരിക്കുക. കുട്ടികളെക്കുറിച്ച് നിരാശമായി സംസാരിക്കാതിരിക്കുക. എപ്പോഴും ഭർത്താവിനെ ആദരിച്ചുകൊണ്ട് നടക്കുന്ന ഭാര്യയും ഭാര്യയെ ആദരിച്ചും സ്നേഹിച്ചും കൊണ്ട് നടക്കുന്ന ഭർത്താവായിട്ട് നമ്മൾ മാറും. ഏതോ ഒരാൾ എഴുതിയില്ലേ, അതിമനോഹരമായൊരു വരി, മനസ്സൊന്ന് പോകാത്ത വരിയാണ്. ആ പാവം കുഞ്ഞെഴുതിയതെല്ലാം അമ്മയെക്കുറിച്ചായിരുന്നു. അമ്മയെക്കുറിച്ച് എഴുതിയ മനോഹരമായ കവിതയിൽ അമ്മ തിരഞ്ഞതെല്ലാം അച്ഛൻ്റെ പേരായിരുന്നു. അവിടെയാണ് അതിൻ്റെ രസം. മകൻ എഴുതിയതൊക്കെ ഉമ്മാനെ കുറിച്ചിട്ടാണ്. ഉമ്മ അങ്ങനാണ്, ഉമ്മ അങ്ങനാണ്, ഉമ്മ അങ്ങനാണ്. ഉമ്മ എന്നതാണ് കവിത, മനസ്സിലായോ? പക്ഷേ അത് ഉമ്മന്റെ കൈ കൊടുത്തപ്പോ ഉമ്മ വരിയിലൂടെ തിരഞ്ഞതെല്ലാം ഉപ്പയുടെ പേരായിരുന്നു. അതായിരിക്കണം നമ്മൾ തമ്മിലുള്ള ബന്ധം, അതായിരിക്കണം പരസ്പരമുള്ള പ്രണയം. അതിമനോഹരമായി അങ്ങനെയായിരിക്കണം. മരിച്ചു പോയാൽ പോലും, മരിച്ചു മണ്ണോടണിഞ്ഞാൽ പോലും ഒരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഗ്രേഡിനെ ഇടിച്ചു താഴ്ത്തരുത്, ഇടിച്ചു താഴ്ത്തരുത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ അടുത്തിടെ രസകരമായൊരു സംഭവം നിങ്ങൾ കേട്ടില്ലേ? വാപ്പ മരിച്ചിട്ട് ഉമ്മനോട് പോയിട്ട് പറയാണ്, ഉമ്മ ഞങ്ങൾക്ക് പൈസ വേണം, ഫീസ് അടക്കാതെ. ഉമ്മ പറയാണ്, ഉപ്പാൻ്റെ പോക്കറ്റിലുണ്ടാവും, പോയി എടുത്തോളി. മക്കൾ ചോദിക്കുകയാണ്, ഉപ്പ മരിച്ചില്ലേ? അപ്പൊ പറയും, നിങ്ങൾ ഉപ്പൻ്റെ പോക്കറ്റ് പോയി നോക്ക്. അപ്പൊ അവിടെ ഉപ്പൻ്റെ 3-4 കുപ്പായങ്ങൾ ഇങ്ങനെ, ഷർട്ടുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കാൻ. കുട്ടികൾ പോയിട്ട് പോക്കറ്റ് തപ്പിയപ്പോൾ അതിൽ പൈസ ഇരിക്കുന്നുണ്ട്. ബാപ്പ വെച്ചതല്ല, ബാപ്പയുടെ ഓർമ്മക്കായി മക്കൾ അനാഥമായില്ല എന്ന് തോന്നാൻ ഉമ്മ വെച്ചു കൊടുത്തതാണ്. മരിച്ചു മണ്ണോടണിഞ്ഞാൽ പോലും കോൺഫിഡൻസ് തകരാതിരിക്കാൻ, ആ കോൺഫിഡൻസ് പോകാതിരിക്കാൻ, ആ ഒരു സ്നേഹബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകേണ്ടത്. പ്രശ്നങ്ങളുണ്ടാവും, പരിഹരിക്കാൻ നമുക്ക് പറ്റണം. പിശാചിനിയായി നമ്മൾ മാറരുത്. ചില സ്ത്രീകളുണ്ട്, ഇവിടെ ഉണ്ടാവില്ല കേട്ടോ, ഈ ഭാഗത്തുണ്ടാവില്ല. എന്തെങ്കിലും ഒരു തമാശ ഏതെങ്കിലും കാലത്ത് ഭർത്താക്കന്മാർ പറഞ്ഞാൽ അത് പിന്നെ ഒരു പ്രശ്നം വരുമ്പോൾ കാര്യമായിട്ട് അവതരിപ്പിക്കും. ഞാൻ അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയാണ്, നമ്മളിപ്പോൾ ഒരു ആ സാധനം അങ്ങൻ്റെ അടുത്തേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് മര്യാദക്ക് എടുത്ത ചില ഞാൻ അപ്പം എന്നെ കൊല്ലുന്നത് തമാശ പറഞ്ഞതായിരിക്കും. എന്നിട്ടൊരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഞങ്ങളെപ്പോലുള്ള കൗൺസിലേഴ്സിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താ പറയാന്നറിയോ, നിങ്ങളന്ന് റൂം നിന്നെ കൊല്ലും പറഞ്ഞില്ലേ, പറഞ്ഞില്ല നിങ്ങൾ എന്നെ. അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ പറഞ്ഞ സംഭവം പറഞ്ഞിട്ടുണ്ട്, ഈ സാധു പറയും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ഏത് ടോണിലാണ്? ടോണ് മനസ്സിലാക്കണ്ടേ? ഇതൊന്നും ടോണ് മനസ്സിലാക്കാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് കുട്ടികളെ യേശും. അതുകൊണ്ട് കുട്ടികളോട് അതിമനോഹരമായ ഒരു ആവിഷ്കാരമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ആ കുട്ടികൾക്ക് ലക്ഷ്യം വെച്ച് കൊടുക്കേണ്ടത് ഇതൊക്കെയാണ്. ഒന്ന്, ആ കുട്ടിയുടെ കരിയറിൽ എവിടെ എത്തണം. അറബിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കരിയറും നിങ്ങൾ എന്താക്കണം, പഠിക്കണം. ഉദാഹരണത്തിന് ഒരു രാജ്യത്തിൽ നിന്നൊരു രാജ്യത്തിലേക്ക് ലോജിസ്റ്റിക്സ് നടത്തുമ്പോൾ, ശ്രദ്ധിക്കണേ, ലോജിസ്റ്റിക്സ് നടത്തുമ്പോൾ ഞാനിപ്പോൾ 2 ആൾക്കാരെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് വരുന്ന, ഇപ്പോൾ US എന്നോ ജപ്പാനിൽ നിന്നോ വരുന്ന ഒരു സാധനം അത് ദുബായിലേക്ക്, പ്രത്യേകിച്ച് സൗദിയിലേക്ക് അയക്കണമെങ്കിൽ അവരുടെ ആ ഇതിനെ ഈ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ലോജിസ്റ്റിക്സിന് ആളുകളെ വേണം, കോർട്ടിലേക്ക് ആളുകളെ വേണം. ഇങ്ങനെ വ്യത്യസ്തമായ ഏരിയയിൽ പരന്ന് കിടക്കുന്ന ആ ഒരു മേഖലയിലേക്ക് എങ്ങോട്ടൊക്കെ നമ്മുടെ കുട്ടികളെ കയറ്റിവിടാൻ പറ്റും.
ഫോർ എക്സാമ്പിൾ ഇനി ഇത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ബിസിനസ്സിൽ നല്ലൊരു MBAയോ അല്ലെങ്കിൽ PGDMO എടുക്കണമെന്ന് തോന്നിയാൽ അതിലേക്ക് പോകാൻ പറ്റുന്ന മൾട്ടി ലെവലിലുള്ള കാര്യങ്ങൾ. ഒരു കുട്ടി ഇംഗ്ലീഷ് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അബദ്ധമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. കാരണം സിംഗിൾ ഡയമെൻഷനിൽ മാത്രമേ ആ ഭാഷ പോകൂ. ഒരു കുട്ടിക്ക് 10 വയസ്സിന് മുമ്പേ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ബേസിക്സ് ലെവലിൽ മൾട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയാണ്. വ്യത്യസ്ത ഭാഷകൾ പഠിക്കാനുള്ള കപ്പാസിറ്റിയാണ്. ഞാൻ കാസർകോട്ടുകാരെ ഇവിടെ വെച്ചിട്ടൊന്ന് വാഴ്ത്തിക്കോട്ടെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാസർകോട്ടുകാർ ഏത് ബിസിനസ് ചെയ്താലും കാണാൻ സൂചിച്ചിട്ട് പൊന്തും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എനിക്ക് ഒരുപാട് കാസർഗോഡ് ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ആൾക്കാരും അപാര ധൈര്യ, വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല, അപാര ധൈര്യ. ആ ധൈര്യം വരാനുള്ള ഒരു കാരണം മൾട്ടി ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയാണ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായണ്ടല്ലോ, ആരായിട്ടും മുട്ടാനുള്ള വല്ലാത്തൊരു ഇതുണ്ടാവും. അവർക്ക് എന്തൊക്കെ അറിയാം? ഈ പറയുന്ന പല ഭാഷകളും അറിയാം. ഹിന്ദി അവർക്ക് ആദ്യം അറിയാം, ഉറുദു അറിയാം. അത് ഞാൻ കാസർഗോട്ടിലെ വാഴ്ത്തി പറയല്ല. അതിൻ്റെ ഏകദേശം ഒരു പതിപ്പ് തന്നെയാണ് തലശ്ശേരി. തലശ്ശേരിൻ്റെ ഏകദേശം ഒരു പതിപ്പ് തന്നെയാണ് ഇവിടെ നമ്മുടെ കോഴിക്കോട്ടുള്ള കുറ്റിച്ചിറ. അതേപോലെ തന്നെ ഏകദേശം ഒരു പതിപ്പാണ് ഞങ്ങളുടെ മലപ്പുറത്തുള്ള പൊന്നാനിയും കുറ്റിച്ചിറയും തലശ്ശേരിയും ഇതേപോലെ കാസർഗോഡും ഒരേപോലെ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഉയർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്, ഒരുപാട് കീഴടക്കാനുള്ള സാധ്യതകളുണ്ട്, ഒരുപാട് മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവുകളുണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ എത്തിക്കുമ്പോൾ വാല്യൂസോട് കൂടി മാത്രം എത്തിക്കുക. ഇത്രയും സമയം പറഞ്ഞ യഥാർത്ഥ കുറഞ്ഞ ഒരു പാരന്റിങ്ങിന്റെ ആകെയുള്ള ഖുലാസ വാല്യൂസ് നഷ്ടപ്പെടുത്തി പോകല്ലേ എന്നതാണ്. ഏകഛത്രാധിപതിയായ അള്ളാഹുവിലേക്ക് മാത്രം തിരിയുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങി വെച്ചത് എങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും പറഞ്ഞോട്ടെ, വേറൊരു വഴിയിലേക്ക് നമ്മൾ തിരിയാതിരിക്കുക എന്നതാണ്, വേറൊരു ലോകത്തിലേക്കും പോകാതിരിക്കുക എന്നതാണ്. ഈ കാണുന്ന മുഴുവൻ അണ്ടകടാഹങ്ങളെയും ഒന്നിച്ചു ഒരേ കയ്യിലിട്ട് അമർത്തുന്ന, ഒറ്റ കയ്യിലിട്ട് അമർത്തുന്ന എന്റെ ആധിപത്യത്തിന്റെ കരങ്ങളിൽ വെച്ച് ആകാശങ്ങളെ പിടിച്ച് ഞാൻ ചുരുട്ടുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ, ആർക്കും ആ കഴിവിലേക്ക് എത്തപ്പെടാൻ കഴിയാത്ത ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, മനുഷ്യരാകട്ടെ, കഴിഞ്ഞു പോയവരാകട്ടെ, ഇന്നുള്ളവരാകട്ടെ, നാളെ വരാനുള്ളവരാകട്ടെ, എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ് എന്നും ഏകഛത്രാധിപതി, സർവാധിപതി, സമഗ്രാധിപതി അവൻ ഏകനായ ഒരു അള്ളാഹു മാത്രമാണെന്നും ഏകം സതിപ്രാഹ ബഹുദാ വദന്തി ഏകം സതിപ്രാഹ ബഹുദാ കൽപ്പയന്തി എന്നാണ് ഹൈന്ദവ മതത്തിലെ ക്രിപ്സ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏകമായിട്ടുള്ളതിനെ പലതായി ഗണിക്കുന്നു, ഏകമായിട്ടുള്ളതിനെ പലതായി കൽപ്പിക്കുന്നു. അതുകൊണ്ട് ഏകമത്തിനെ വിട്ടുകൊണ്ട് നമ്മൾ എങ്ങോട്ടും പോകില്ല എന്ന വാല്യൂസിനെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ, ഉത്തരവാദിത്തോടെ കൊടുക്കാൻ നമുക്ക് പറ്റണം. അവിടെ നമ്മുടെ അടുകുടമ്പനായി മാറരുത്. നമ്മളിലേക്ക് എത്തീസം കടന്നു വരുമ്പോ ആ എത്തീസത്തിനെതിരെ അതിമനോഹരമായി സംസാരിക്കാൻ കെൽപ്പുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികളെ മറിക്കണം നമ്മൾ. ആ എത്തീസം എങ്ങനെയാ കടന്നു വരുന്നതെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എത്തീസം കടന്നു വരുമ്പോ അതിനെ എതിർത്ത് സംസാരിക്കുന്ന കുട്ടികളല്ല, ഡിപ്ലോമാറ്റിക്കലി അതിനെ കൈകാര്യം ചെയ്യുന്ന, ഇന്റലക്ച്വലി അതിനെ വകഞ്ഞു മാറ്റുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികളെ മാറ്റുക എന്നതാണ്. അവിടെ ഏതെങ്കിലും ലിബറൽ പോളിസി ഈ കേരളത്തിലേക്ക് ആളുകൾ കൊണ്ടുവരുന്നുവെങ്കിൽ ആ ലിബറലിസത്തിനെ തകർത്തെറിയുന്ന അതിമനോഹരമായ ഒരു ക്ലീശയാകാതെ അത് ഇന്റലക്ച്വലായി നമ്മുടെ കുട്ടികളെ മാറ്റിമറിക്കുക എന്നതാണ്. എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വർഗീയതയിലേക്ക് ഞങ്ങളെ മക്കളെ ഒരിക്കലും കൊണ്ടുപോകില്ല എന്ന സ്ലോഗൻ നമ്മുടെ നെഞ്ചിൽ നമ്മൾ അടിച്ചു ചേർക്കേണ്ടതാണ്. ഇവിടെ ഹൈന്ദവരുണ്ടാകും, ക്രിസ്ത്യൻ സമൂഹം ഉണ്ടാകും, എല്ലാ മുസ്ലിം സമൂഹവും ഉണ്ടാകും. ആരെയും നമ്മൾ ആക്രമിക്കുകയോ മോശമായ ഒരു വാക്ക് പോലും പറയുകയില്ല. 1000 തവണ അവരുടെ പ്രവാചകനെ കുറിച്ച് കുറ്റം പറഞ്ഞാലും ഒരു തവണ പോലും ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ കുറ്റം പറയില്ല. 11 വിവാഹം കഴിച്ചു എന്ന് ഇവിടെ പറയുമ്പോ ഇല്ല, നിങ്ങൾ അത്രമാത്രം വിവാഹം കഴിച്ചിട്ടുണ്ട് വേറെ ആളുകൾ എന്ന് ഒരിക്കൽ പോലും നമ്മൾ പറയില്ല. കാരണം അത് പറയരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അറിയാത്തത് കൊണ്ടല്ല നമുക്ക്, പക്ഷേ അതറിയുമെങ്കിലും നമ്മൾ പറയില്ല. അന്യമതസ്ഥരുടെ ഒന്നിനെയും കുറ്റപ്പെടുത്തി സംസാരിക്കരുതേ എന്ന് നമ്മളെ പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഇത്ര വിവാഹം പറയുമ്പോ അത്ര വിവാഹം കഴിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്ന് ഒരാളും യഥാർത്ഥ മുസൽമാൻ പറയൂല. എന്താണെന്നറിയോ? ഒരിക്കലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നത് നമ്മുടെ അജണ്ടയെ അല്ല. ഒരിക്കലും മറ്റുള്ളവർക്കെതിരെ വർഗീയമായി പോവുക എന്നത് നമ്മുടെ അജണ്ടയെ അല്ല. നമുക്കൊറ്റ അജണ്ടയേ ഉള്ളൂ. ഏകഛത്രാധിപതിയായ അള്ളാഹുവിനെ എല്ലാവരും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും സ്നേഹിക്കണം. പറ്റുമെങ്കിൽ അതോടൊപ്പം ആ മെസ്സേജ് ലോകത്തിന് മുഴുവൻ എത്തിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതിന് താങ്ങും തണലുമായി അതിമനോഹരമായി നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഇന്ന് മുതൽ ഇതുവരെ നിങ്ങൾ അങ്ങനെ വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു അജണ്ട പോലെ പറയോ, നിങ്ങൾ ഒരു പാക്ട് പോലെ
പറയൂ, ഇന്നു മുതൽ ഞങ്ങളെ കുട്ടികളെ നല്ല മൂല്യത്തോടെ ഈ പറയുന്ന രീതിയിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളർത്തുന്നുള്ളവരൊന്ന് എഴുന്നേറ്റ് നിന്നട്ടെ. നല്ല ഉഷാറായിട്ട് അടുത്തുള്ളവർക്കൊക്കെ ഒന്ന് കൈയ്യെടുത്തു കേട്ടോ. നമ്മളെ മക്കളെ എങ്ങനെയൊക്കെ ഒന്ന് വളർത്തി നോക്കാന്ന് എല്ലാം കൂടി ഒന്നും പറഞ്ഞിട്ടില്ല, സമയപരിമിതി മൂലം. കാരണം സമയം കുറെ വൈകിട്ടുണ്ട്. എല്ലാവരും ഒന്നും കൈയ്യെടുത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. നിങ്ങൾ രക്ഷിതാക്കളല്ലേ, അപ്പുറത്തിപ്പുറത്തുള്ളവർക്കൊക്കെ ഒന്ന് കൈയ്യെടുത്ത് നല്ല ഉഷാറായി വാല്യൂസിലൂടെ വളർത്തുമെന്ന്, പാഷനിലൂടെ വളർത്തുമെന്ന്, ഇന്റലക്ച്വലിലൂടെ വളർത്തുമെന്ന്, ഫിസിക്കലി അവരെ സ്ട്രോങ് ആയിട്ട് വളർത്തുമെന്ന്. അങ്ങനെ സ്ഥാപനത്തിനും സ്ഥാപനത്തിന്റെ ആളുകൾക്കും അതിമനോഹരം, എല്ലാവരും ഇരുന്നോളൂ, അതിമനോഹരമായി ഇവിടുത്തെ സാറന്മാർ, ഇവിടുത്തെ ആളുകൾ, ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഇതിന്റെ മേധാവികളുണ്ട് ഇവിടെ ഇരിക്കുന്നവർ, ഇതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി പോലെയുള്ള ആളുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ട്. ഒരുപാട് ദിവസങ്ങളായി അദ്ദേഹം എന്നെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടുത്തെ അധ്യാപകരുണ്ട്, ഒരുപാട് ആൾക്കാർ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അവരെ ആരെയും കൊച്ചാക്കരുത്. 20 വർഷം അധ്യാപന വേല ചെയ്ത ഒരു എളിയ സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഞാൻ പഠിപ്പിച്ചത് ഡിഗ്രിക്കാരെയും PG-കാരെയുമാണ്, അത് പ്രത്യേകിച്ച് MBA-കാരെയും സൈക്കോളജി വിദ്യാർത്ഥികളെയുമാണ്. അതുകൊണ്ട് ഒരു അധ്യാപകന്റെ നോവുകൾ നിങ്ങൾ അറിയണം, ഒരു അധ്യാപകന്റെ വേദനകൾ നിങ്ങൾ അറിയണം. ഓരോ കുട്ടിയും വളർന്ന് വലുതായി പോയി ഉയരങ്ങളിലെത്തുമ്പോൾ എനിക്ക് അഭിമാനമാണ്. ഇപ്പൊ ഡോക്ടർ സുഹൈലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഖമറുദ്ദീനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഡോക്ടർ KT മുസ്തഫയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇതേപോലെ തന്നെ ബ്രിട്ടൻ KMCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ സഫീറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇങ്ങനെ വ്യത്യസ്ത മേഖല, വ്യത്യസ്ത യൂണിവേഴ്സിറ്റിയിൽ നിറയെ UK-യിലും അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലും കാനഡയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളായി അവർ മാറുമ്പോൾ, നമ്മളെക്കാൾ ഉയരുന്നത് കാണുമ്പോൾ ഓരോ അധ്യാപകനും സന്തോഷമാണ്. അതുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരൊക്കെയും നിങ്ങളെ കുട്ടികൾ അങ്ങനെ മൂല്യത്തോടുകൂടി പഠിപ്പിക്കണമെന്ന് അങ്ങേയറ്റം മോഹിച്ചവരും ആഗ്രഹിച്ചവരും വഴിയോരത്ത് വെച്ച് 85-ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടുമ്പോൾ, സാറേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഞാൻ ഇന്ന വർഷം ആ ക്യാമ്പസിൽ നിങ്ങൾ പ്രിൻസിപ്പളായിരിക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന അധ്യാപകനായിരിക്കെ ഞാൻ നിങ്ങൾ വിദ്യാർത്ഥിയായിരുന്നെന്ന് പറയുമ്പോൾ കണ്ണുകളധികം കാണാതെയാണെങ്കിലും ആ കണ്ണിന്റെ ആ ഒരു സന്തോഷത്തിലൂടെ അന്നത്തെ വിദ്യാർത്ഥി, അന്നത്തെ പ്രായത്തോടെ കാണാൻ പറ്റുന്ന സൗഭാഗ്യവാന്റെ പേരാണ് അധ്യാപകൻ. ആ ലോകത്തേക്ക് എത്താൻ ഒരു പ്രൊഫഷനും കഴിയില്ല. ഡോക്ടേഴ്സിനെയാണോ നിങ്ങൾ പറയുന്നത്? ബില്ലടച്ച് നിങ്ങൾ പോരും, പരമാവധി താങ്ക്സ് ഇട്ടോ ഡോക്ടറെ എന്ന് പോലും പറയാറില്ല ഡോക്ടേഴ്സിനോട്. ബില്ലിന്റെ അളവ് നോക്കിയിട്ട് നമ്മളുണ്ട് പോരലാണ്. താങ്ക്സ് ഡോക്ടേഴ്സിനോട് പോലും പറയാറില്ല. കാലങ്ങൾ കുറെ കഴിഞ്ഞാലും, നമ്മൾ കളക്ടറായാലും, നമ്മൾ ഒരു പക്ഷേ പ്രസിഡന്റ് ആയാലും, നമ്മളെ പഠിപ്പിച്ച അധ്യാപകൻ കയറി വരുമ്പോ അറിയാതെ, ആരും പറയാതെ നമ്മുടെ സീറ്റിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കും. എന്നിട്ട് ആ സാറെ പോയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് സ്റ്റേജിലേക്ക് ആനയിക്കും. ആ ഒരേ ഒരു വ്യക്തിയുടെ പേര് ഈ ലോകത്തിൽ ഒന്നേ ഉള്ളൂ, അവന്റെ പേരാണ് അധ്യാപകൻ. അവന്റെ പേരാണ് അധ്യാപകൻ. ഈ ലോകത്തിൽ എത്ര ഉയർന്നു പോയാലും ജനസമൂഹം അങ്ങേയറ്റം ആദരിക്കുന്നവർ. ആ ആദരം ഇവർക്ക് നിങ്ങൾ കൊടുക്കണേ. സ്ഥാപനത്തിന്റെ കൂടെ എന്നും നിങ്ങൾ ഉണ്ടാകണേ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്, മോഹിക്കുന്നുണ്ട്. എന്നും ഈ സ്ഥാപനത്തിന്റെ കൂടെ ഞങ്ങളുടെ കുട്ടികൾ പഠിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഒന്ന് കൈപൊക്കൂ നിങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ പിന്നാലെ എല്ലാ കാര്യത്തിനും ഈ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും സന്നദ്ധമാണ്. ആ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട്, ഞങ്ങൾ കൊളുത്തിയെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ പാരന്റിങ്ങിന് ഇവിടെ സമാപ്തി കുറിക്കുന്നു. അറിയാതെ അല്പസമയം വൈകിപ്പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ ഓൾ ഓഫ് യു. അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും വണങ്ങിക്കൊണ്ടും ജീവിക്കുക. വിശ്വാസയുടെ സന്ദേശം അറിയിച്ചുകൊണ്ട് ജീവിക്കുക. ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രൊഫഷൻ, അത് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന സോഷ്യൽ റിഫോമറാണ്, സമൂഹത്തെ മാറ്റിമറിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയുക. അങ്ങനെ നമ്മളും നമ്മുടെ മക്കളും അതിലേക്കാകാൻ ഈ സ്ഥാപനം നിമിത്തമാകട്ടെ. ക്ഷണിച്ചതിനെല്ലാറ്റിനും ദാറുൽ ഇർഷാദിന്റെ മുഴുവൻ പ്രതിനിധികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമയമില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാം. എന്തെങ്കിലും 2-3 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, സമയം പരിമിതമാണ്, എന്നാലും ചോദിക്കാൻ 2-3 മിനിറ്റ് സമയം തരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരാളാണ് IQAC കോർഡിനേറ്റർ മുഹമ്മദ്